Good spirit, please come. Good spirit, please come. Please come on my face. മാറിപ്പോയല്ലേ, ജോണർ മാറിപ്പോയി. നമുക്കൊരു ഒരു ഇരുണ്ട ആംബിയൻസ് ഒക്കെ പിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ ടൈറ്റിൽ ഇല്ലാതെ തന്നെ എന്താ സംഭവം ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കായിരുന്നു. നമ്മൾ സ്പൂക്കി ആൻഡ് ഹൊറർ ഇൻസിഡൻസ് സ്റ്റോറീസ് ആണ് ഇന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതെ, അതായത് ഞങ്ങൾ ഷോ നടത്തിയിട്ടുള്ള ഇൻസിഡൻസ് അല്ല, ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രേതകഥകൾ. എത്ര പേര് പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ട്? എല്ലാരും വിശ്വസിക്കുന്നില്ല, വെറുതെ പറയാം. ഞാൻ വിശ്വസിക്കുന്നില്ല. അനീസിക്കാൻ ഇതുവരാരും ഗോസ്റ്റ് ചെയ്തിട്ടില്ല. പേര് അതുകൊണ്ട് ഞാൻ അവരെ വിശ്വസിക്കാത്തൊന്നും മനസ്സിലായില്ലേ, സംഭവം മനസ്സിലായില്ലേ. ഞാൻ ഇങ്ങനെ ഒരു കൊച്ചിൽ ഒരു 7-8 വേണ്ടി ഞാൻ ഇവിടെ വായിച്ചു കേട്ട ഒരു സാധനം കേട്ടു. അതായത് നമുക്ക് ആക്ച്വലി വേറൊരു സാധനത്തിനല്ല പേടി, നമ്മൾക്ക് ഇരുട്ടിനാണ് പേടി. അതായത് ഇപ്പം നമ്മൾ പകല് പോയി ഇരിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കുന്ന മുറിയോ, കുറച്ചും കൂടി ഫിലോസഫിക്കലായി പറഞ്ഞാൽ നമ്മൾക്ക് അറിവില്ലായ്മയാണ് പേടി. നമ്മൾ ഇറങ്ങി നടക്കണ വഴിയിലോ രാത്രി നമ്മൾ പകല് പോകണ ആ ഒരു സ്ഥലത്ത് രാത്രി നമ്മൾ നിൽക്കുമ്പോൾ ആ ഇരുട്ടിനാണ് നമ്മൾ ശരിക്കും പേടിക്കുന്നുള്ള സാധനം. നിങ്ങൾ ആ നിൽക്കുന്നിടത്ത് ഇപ്പോൾ പകലാണ് നമുക്ക് ആ പേടിയില്ല. ആ സാധനം ചിന്തിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ രാത്രിയിലൊക്കെ അങ്ങനെയാണ് എനിക്ക് രാത്രി പുറത്തിറങ്ങാനുള്ളൊരു, ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. രാത്രി പുറത്തിറങ്ങാനോ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ആയാലോ അങ്ങനത്തെ പേടികളൊന്നുമില്ല. കാരണം ഞാൻ അതിങ്ങനെ കൊണ്ടുവന്നു. അല്ലെ ഞാൻ ഇപ്പോൾ മറ്റേ പേടിച്ച് പണ്ടാറ്. കാരണം ഇപ്പോഴും അത് പറയുന്ന ആൾക്കാരുണ്ട്, വണ്ടി വെറുതെ സ്കിഡായി വീണാലും ഒരു പ്രശ്നമുള്ള സാധനമാണ്. ഈ ഇപ്പൊ തിരുവനന്തപുരം സുമതി വളവ്, തിരുവനന്തപുരത്താണ് സുമതി വളവ്. സുമതി വളവ് എവിടെയാടാ? അല്ലേ, തിരുവനന്തപുരത്തല്ലേ? അതെ, വയനാട് മുത്തപ്പന്റെ എന്തോ ഒരു കൊറേ ആക്സിഡന്റ്. അതായത് ഒരു മുത്തപ്പൻ ഉണ്ടായിരുന്നു, മുത്തപ്പനല്ല ഒരു മൂപ്പൻ ഉണ്ടായിരുന്നു. ആളാണ് ഈ വയനാട് ചുരത്തിനുള്ള ട്രാക്ക് കാണിച്ചു കൊടുത്തത് സായിപ്പന്മാരാ. അപ്പൊ അയാളെ കൊന്നു കളഞ്ഞു. കളഞ്ഞതിന് ശേഷം ആ വളവില് ആ ചുരത്തില് എപ്പോഴും അപകടങ്ങൾ നടന്നു. അങ്ങനെ മുത്തപ്പന്റെ പ്രേതത്തിന് അവിടെ ഒരു മരത്തുമേ ചെങ്ങല വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഈ ചെങ്ങല കെട്ടിയ കൊമ്പ് മാത്രം വളർന്നിട്ടില്ല, മരം ഫുള്ള് വളർന്നുകൊണ്ട് ആ ചെങ്ങല അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സുമതിയുള്ള ഒരു സിനിമ വരാൻ പോകുന്നുണ്ട് തോന്നുന്നു. ഇവിടെ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ സുമതികൾ കേൾക്കുന്നത് ആ ഒരു പടം. ഇത് ഇയാള് മാളികപ്പുറം എഴുതിയ ആളല്ലേ ചെയ്യാൻ പോകുന്നതാണോ? ഞാനിവിടെ ന്യൂസ് അഡ്വർടൈസ്മെന്റ് പോലെ കണ്ടായിരുന്നു സുമതി വളവ് വരാൻ പോകുന്നത്. ശരിക്കും നമ്മളിന്ന് ഈ ഹൊറർ സ്റ്റോറീസ് എടുക്കാൻ കാരണം നമ്മളാരും ഇത് ഹൊറർ വിശ്വസിക്കുന്ന ഇത് പറഞ്ഞു എടുക്കാൻ കാരണം പ്രേതത്തിൽ വിശ്വാസമല്ല, എനിക്ക് ഹൊറർ പടം കാണാൻ ഇഷ്ടമാണ്. എനിക്ക് കഥകൾ പറയാൻ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ഒരു ഫോളോവർ സബ്സ്ക്രൈബർ നമ്മുടെ ഡേറ്റിംഗ് ആപ്പിൻ്റെ ആ വിഷയം സബ്ജക്റ്റ് ഉണ്ട്. അപ്പം നമ്മളത് ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ ഒരു മാറ്ററിനെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതായത് ഡേറ്റിംഗ് ആപ്പിനെ പറ്റി നമ്മളിങ്ങനെ തള്ളി വിട്ടെങ്കിലും ഡേറ്റിംഗ് ആപ്പ് ത്രൂ നടക്കുന്ന ഒരു വലിയ സ്കാംസ്, ഡേറ്റിംഗ് ആപ്പിനെ മോശമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് നമ്മൾ ശരിക്കും ഡിസ്കഷന് വിട്ടുപോയി. ഡേറ്റിംഗ് ആപ്പ് ചില ആൾക്കാർ പേഴ്സണലി ഉപയോഗിച്ച് മോശമായിട്ട് ആൾക്കാരെ വഞ്ചിക്കാറുണ്ട്. അതുകൂടാതെ വലിയ സ്കാംസും നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയം നമ്മൾ വിട്ടുപോയത്. അപ്പോൾ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരാൾ മെസ്സേജ് അയച്ചിട്ട് വന്ന് നിങ്ങൾ ഹൊറർ സ്റ്റോറീസൂടെ നിങ്ങൾ സംസാരിച്ച രസമായിരിക്കുന്നു, അഞ്ജലി എന്ന് പറഞ്ഞൊരു സബ്സ്ക്രൈബർ നമുക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചായിരുന്നു. സോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഹൊറർ സ്റ്റോറീസ് എടുക്കാൻ കാരണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ആഗ്രഹമുള്ള സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മളിന്ന്. ഇപ്പം നിങ്ങൾ കണ്ട് നമുക്ക് സിനിമയിൽ തുടങ്ങാം. മാധവൻ ആദ്യം കണ്ട ഹൊറർ സിനിമ ഏതാണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റേ വേറെ എപ്പിസോഡ് പറഞ്ഞില്ലേ, മറ്റേ ജയസൂര്യയും കാവ്യമധുരനും മറ്റേ ഊമപ്പെണ്ണിയുടെ ഏപ്പണിൽ ഉരുടെന്ന് കണ്ടിട്ട് പേടിച്ച ടീമാണ് ഞാൻ. അപ്പോൾ എനിക്ക് പ്രേതപ്പടമൊന്നും വേണമെന്നില്ല പേടിക്കാൻ. ആ ഒരു എന്തെങ്കിലും ഒരു ഇത് മതി. അപകടം ബ്ലഡ് ഷെഡ് ഒക്കെ കണ്ട സിനിമ വരല്ല. ഞാൻ പറഞ്ഞൊരു സൈക്കോ കില്ലർ മതി. ഇത് പ്രേതം തന്നെയാണ്. അത് ആ കാണുമ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിപ്പോൾ നിസ്സാരം നമ്മളിങ്ങനെ വിചാരിക്കും ഏതെങ്കിലും ഒരു സീരിയൽ ആ റൂമിലോട്ട് അല്ലെങ്കിൽ ഒരാൾ വരുന്ന അല്ലെങ്കിൽ ഒരു സീരിയൽ കില്ലർ അല്ല ഒരു രാത്രിയിലൊരു സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവന് ഡോർ ലോക്ക് ചെയ്തിട്ട് കിടന്നുകൂടെ, അങ്ങനെ ശ്രദ്ധിക്കാത്ത ഇവരെന്ത് ഇത്ര ഇതാവുന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മൾ രാത്രി ഒരു ബേസ്മെന്റിലേക്ക് പോവാ, കാരണം അത് എന്തിനിപ്പോ ഇവിടെ പോടേ വല്ല കാര്യമുണ്ടെന്നൊക്കെ വിചാരിക്കും. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും ഇത് നടക്കുമെന്ന് വിചാരിച്ചല്ലോ ജീവിക്കും, നമ്മളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ പേടി. അപ്പം പിന്നെ 2-3 ദിവസത്തേക്ക് കറക്റ്റ് കഥകൾ ജനലി എല്ലാം അടച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. പേടി. ഞാൻ ആദ്യം കൊണ്ട് പ്രേതപ്പെടാൻ ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഈ പറഞ്ഞ കൊച്ചിലെ എൻ്റെ ഏറ്റവും പേടിപ്പിച്ചുള്ള സാധനം മറ്റേ റോസി സന്ദേശമാണ്. റോസി മറ്റേ ഭിത്തിയുടെ ഇടയിൽ കൂടെ ഒക്കെ പൊളിച്ചിട്ട് കൈയൊക്കെ കൊണ്ടുവരുമല്ലോ, അതിന് കഴുത്തേലൊക്കെ പിടിക്കും. ഞാനാണെങ്കിൽ മറ്റേ നമ്മള് പഠിക്കാനിരിക്കുന്ന ടേബിളിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഠിക്കാലോ. അല്ല, ഞാൻ ഇതുപോലെ ഭിത്തിയുടെ അടുത്തിരിക്കുന്നു, ഇവിടെ കസേര ഇവിടെ ടേബിൾ ചേച്ചി എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നു. ഇങ്ങനെ
അപ്പോഴത്തേക്കും നമ്മൾ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ കുറച്ചുകൂടെ നേരം ഇരുന്ന് പഠിക്കും. നമ്മൾ തമ്മിലുള്ള ക്ലാസ് ഉണ്ട്, അതായത് ചേച്ചിക്ക് കുറച്ച് നേരത്തെയൊക്കെ കിടക്കും, ചേച്ചി ഉഴപ്പരച്ചിരി. അപ്പോൾ ഞാൻ കൂടുതൽ നേരം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ കണ്ടില്ല അവരിന്ന് പഠിക്കുന്ന ആ ഒരു സാധനം വരുമല്ലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പഠിക്കാനൊന്നും ഇല്ലെങ്കിലും വെറുതെ എന്തെങ്കിലും വരച്ചൊക്കെ ഇരിക്കും. അതായത് ഇവിടെയൊക്കെ കൂടുതൽ നേരം ഇരുന്നു എന്നുള്ള ക്രെഡിറ്റ് മേടിക്കാൻ വേണ്ടി, വീട്ടുകാരൊരു സ്നേഹം കിട്ടാൻ. അപ്പോൾ ഇവർക്ക് ഇത് പ്രശ്നമായതുകൊണ്ട് ഇവള് പോകുമ്പോൾ ഇവർക്ക് എങ്ങനെയും എന്നെ കൂടെ കൊണ്ടുപോകണം, ബാക്കി എല്ലാവരും കിടന്നല്ലോ. ഇവിടെ ഒരു ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കേട്ടോ റോസി അവർ എന്ത് പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല എന്നൊക്കെ പറയും. അതിന് ചേച്ചി പറയും കുഴപ്പമില്ല, നീ ചുമ്മാ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കിയാൽ ഭിത്തിയുടെ അടുത്ത് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ പണ്ടോരോട്ടിരുന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ സാധനം ഇതിലിങ്ങനെ വരും, ആ സംഭവം തോന്നും. കുറച്ച് കഴിയുമ്പോൾ ചേച്ചി ആ ഒരു 5 മിനിറ്റ് അപ്പുറത്തോടെയൊക്കെ പോയി പാത്തിട്ട് റോസി അങ്ങനത്തേക്കൊക്കെ പോയി അവിടെ അലറി പോയി കിടന്നുറങ്ങും. പേടിച്ച് അത്രയും പേടി സാധനമുണ്ട്. നമുക്കൊരു നമ്മുടെ ചെറുപ്പത്തിലുള്ള ഈ പ്രേതത്തിൽ നിന്നുള്ള ഡിഫൻസ് എന്ന് പറയുന്നത് പുതപ്പിന്റെ ഉള്ളിൽ തലയും കാലും കയറി കഴിഞ്ഞാൽ നമ്മൾ സേഫാന്നുള്ളൊരു തോന്നല. കാല് പുറത്ത് കിടക്കണമെങ്കിൽ പണ്ടാറും എങ്ങനെയെങ്കിലും അത് കാല് പുതപ്പിന്റെ ഉള്ളിൽ കയറ്റിയ പ്രശ്നം തീർന്നു. എൻ്റെ ചെറുപ്പത്തിൽ എന്നല്ല, എനിക്ക് ഓൾ ടൈം എൻ്റെ ഫേവറേറ്റ് ഹൊറർ പടം മണിച്ചിത്രത്താഴ് പടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പ്രേതത്തിനെ കാണിക്കണില്ല. അവസാനം ശോഭന വന്നായിരിക്കുന്ന ആ ഒരു സംഭവം വരെ ഇത് കാണിക്കണില്ല. ഒരു സംഭവം നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഒരു നിഴല് വരുന്നുണ്ട്, പോവുന്നുണ്ട്. അത് കാരണം ഒരു റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ കയറുമ്പോൾ ഇതിങ്ങനെ കയറിയിട്ട് ലൈറ്റ് ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മളകത്തേക്ക് കയറുള്ളൂ. ആ സമയത്ത് അത്ര പേടിയായിരുന്നു എനിക്ക് ആ പടം. എനിക്ക് ഇംഗ്ലീഷ് പടങ്ങളിലായാലും ഏത് ഹൊറർ സിനിമയിലായാലും ഈ പ്രേതത്തിന് വരണ വരെ പേടിയുള്ളൂ. ഇപ്പോൾ കോഞ്ചറിങ്ങിലായാലും ഈ സാധനം കയറി ഇരുന്ന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് അല്ല ഒരു ഫിസിക്കൽ ഒരു സാധനം അവിടെ വന്ന് തുടങ്ങുമ്പോൾ തുടങ്ങി പേടി പോയി. ഇത് വരും, പിന്നിൽ വരും, അതുപോലെ കാലിങ്ങനെ പിടിച്ച് വലിച്ച് കട്ടിൻ്റെ അടി കൊണ്ട് ആ സീനിലൊക്കെ എനിക്ക് പേടിയല്ല. അല്ലാണ്ട് പ്രേതത്തിന് മുഴുവനായിട്ട് കാണുമ്പോൾ ഒരു പേടിയില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ ഭാര്യയ്ക്കും ഈ ഹൊറർ പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഏറ്റവും പേടിയുള്ള ആളാണ്. അവൾ ബ്രഹ്മയുഗം കാണാതിരുന്നിട്ട് തിയേറ്ററിൽ അവള് മാത്രമായിട്ട് ഓടിയിട്ട് അമ്മേ അപ്പൊ ഇതിങ്ങനെ കണ്ണു പോത്ത് പോയ നോക്ക് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ കാണാം. പക്ഷെ ഹൊറർ പടം എല്ലാം കാണും വേണം. എൻ്റെയും ആദ്യത്തേത് മണിച്ചിത്രത്താഴ് തന്നെ ആയിരിക്കും. പക്ഷേ ഈ മണിച്ചിത്രത്താഴിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സത്യത്തിൽ ആ സിനിമ പ്രേതം ഇല്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ സിനിമ കണ്ട അന്ന് ചെറുപ്പത്തിൽ മനസ്സിലാക്കിയത് പ്രേതം ഉണ്ടെന്നും നമ്മൾ പേടിക്കണമെന്നും പേടിച്ചായിരുന്നത്. ഒരു 3-4 തവണ കണ്ടിട്ട് ഒരു 10 വയസ്സ് 12 വയസ്സെങ്കിലും ആയി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ഇത് പ്രേതമില്ല, അത് മനസ്സിൻ്റെ ഒരു അവസ്ഥാന്തരമായിരുന്നു എന്നാണ് ഡയറക്ടർ പറഞ്ഞു വെച്ചെന്ന് മനസ്സിലാകാൻ സമയമെടുത്തു. സോ എനിക്ക് അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഒരു സയന്റിഫിക് സാധനങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഞാൻ എല്ലാം കാണും, ഈ പറഞ്ഞ പടങ്ങളെല്ലാം കാണും. ഈ കോഞ്ചറിങ് പോലത്തെ പടങ്ങളുടെ ഒരു ഇത് എന്ന് പറയുന്നത് ഇതിന്റെ അവസാനം ഈ തെണ്ടികൾ പറയുന്നത് നടന്ന സംഭവമാണ്. എന്നിട്ട് ആ വീടിന്റെ ഫോട്ടോ, ആ ഫാമിലിയുടെ ഫോട്ടോ, മരിച്ചവരുടെ ഫോട്ടോ, ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ എന്നിട്ട് അതിന് എപ്പോഴും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, കേറി പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവരുടെ ഫോട്ടോ. മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡെഡ്ലി സൈലൻസിൽ തുടങ്ങി ഭയങ്കര യക്ഷികളുടെ പാട്ടും കൊണ്ടല്ലേ നടക്കുന്നത് അല്ലേ? നമ്മുടെ നാട്ടില് ഇന്ത്യ മാത്രമേ ഉള്ളത്, ബാക്കിയുള്ളടത്തില്ല സാരി എടുക്കുന്ന യക്ഷി. ഈ ഹോളിവുഡിന്റെ പ്രത്യേകത അവർ ഈ ബേസ്ഡ് ഓൺ എ ട്രൂ ഇൻസിഡൻസ് എന്നുള്ള മോഡ് പിടിച്ചിട്ട് കുറെ സാധനങ്ങൾ ചെയ്തിട്ട് അവരുടെ പാരാനോർമൽ ആക്ടിവിറ്റീസ് എന്ന സിനിമയുണ്ടല്ലോ, ഈ CCTVയിലൂടെ കാണിക്കുന്ന സിനിമ. അതിന്റെ കുറെ സാധനം, അതായത് വീഡിയോസ് ഒറിജിനലി നടന്ന സംഭവങ്ങളൊന്നും ലെവലില്, ഇല്ല. പ്രൂവ് ചെയ്ത് കളയും. ഗോസ്റ്റ് ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് തന്നെ ഉണ്ട്. അതിലിങ്ങനെ ഒറിജിനലി നടന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള കഥ നടന്ന സ്ഥലങ്ങളിൽ പോയി ഇവരിങ്ങനെ എന്തൊക്കെയാ മറ്റേ ആ പടത്തിലുണ്ട്, കോഞ്ചറിങ്ങിലുണ്ട് ഇങ്ങനെ കുറെ. എന്നിട്ട് അവർ അവസാനം എല്ലാത്തിന്റെ അവസാനം ഇല്ലാന്നാണ്. പക്ഷെ ആ എൻ്റയർ എപ്പിസോഡ് ഭയങ്കര ഇതുണ്ടായിരുന്നില്ലേ സംഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട്, സംഭവങ്ങൾ പരിപാടി പണ്ടുണ്ടായിരുന്നു നിങ്ങളുടെ കാലം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അത് ഏഷ്യാനെറ്റിന്റെ സംഭവങ്ങൾ സംഭവങ്ങൾ ഈ എന്നുവെച്ചാൽ കുറച്ച് സീരിയൽ പോലെയാണ്. ഈ വിശ്വസിച്ചില്ലെങ്കിൽ ഡോക്യുമെന്ററി ആണ്, മറ്റേത് സീരിയലാണ്. പക്ഷെ അത് പറയുന്നത് ഉള്ള കാര്യങ്ങൾ പോലെയാണ്, ചുമ്മാ അത് പ്രസന്റ് ചെയ്യുന്നത്. പണ്ടത്തെ പക്ഷെ ഇതൊക്കെ എന്തോ വിശ്വസിക്കാൻ ഒരു രസമാണ്. ഇത് കേൾക്കാൻ ഭയങ്കര രസമാണ്. നമ്മൾ കസിൻസ് ഒക്കെ ഒരുമിച്ച് ഒരു വെക്കേഷന് വന്ന് രാത്രി കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരു തെണ്ടി സൈഡിൽ നിന്ന് തുടങ്ങും. ആ തെണ്ടി ഞാനാണ്. കസിൻസിനെയൊക്കെ കഥ പറഞ്ഞ് പേടിപ്പിക്കുന്ന തെണ്ടി. ഒരു ത്രില്ലാണല്ലേ, ഭയങ്കര രസം. നറേഷന്റെ ഒരു രസമുണ്ട്. പിന്നെ അത് പറയുമ്പോൾ ആൾക്കാർ പേടിക്കുമ്പോൾ ശരിക്കും ഇത് പറഞ്ഞ് നമ്മളും പേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പേടിക്കും. കുറച്ചു നേരത്തേക്ക് ഒരു സൈലൻസ് ഉണ്ടാവും. ഈ കഥയൊക്കെ തീർന്നിട്ട് ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാരും ഇത് ആലോചിച്ചിരിക്കുക ചെയ്യണേ. അപ്പൊ ഒരു സൈലൻസ് ഉണ്ടാവും. അപ്പുറത്തെ നീ ഉറങ്ങിയാടാ? ഇല്ലടാ ഉറങ്ങിയിട്ടില്ല.
ഞാൻ കസിൻസിൻ്റെ കൂടെ വെക്കേഷൻ സമയത്ത് ഒരുമിച്ചുള്ളപ്പോൾ ഹോസ്റ്റലിൽ ഫ്രണ്ട്സിനെ എത്തിയിട്ട് കറണ്ട് പോകുമ്പോഴൊക്കെ രാത്രി ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുന്നില്ല സത്യത്തിൽ ഇതിൻ്റെ കഥയിൽ ഇരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടന് ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് കറണ്ടാ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഞാൻ അതിലും വലിയ സൗണ്ടിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ഓടിയിടും. വെറുതെ മെഴുകുതിരി കത്തിക്കണതിനൊക്കെ മുമ്പ് അന്ന് പവർ കട്ട് ഉണ്ടല്ലോ 1.5 മണിക്കൂർ, അന്ന് മെഴുകുതിരി കത്തിക്കണമല്ലോ. ആ സമയമാകുമ്പോഴേക്കും ഇതുപോലത്തെ പല ശബ്ദങ്ങൾ. ഇത് കത്തിക്കാൻ പോകുമ്പോൾ തീപ്പെട്ടി തപ്പി കാണത്തില്ല, ഇത് തപ്പി ഏതൊരു മുറിയിലൊക്കെ പോകണമെന്നാണ് ടാസ്ക്. നീ പോയി എടുത്തിട്ട് റിയൽ ലൈഫിൽ ഏതെങ്കിലും നീ ഇൻസിഡന്റിൽ പേടിച്ചു പോയിട്ടുണ്ടോ? സംഭവങ്ങൾ എന്തെങ്കിലും നീ പേടിച്ചു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ട ആള് കണ്ട അതേ എഫക്റ്റിൽ പറഞ്ഞു അമ്പാൻ പറയുന്നല്ലേ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് പ്രേതക്കഥയൊക്കെ പറയാമെന്ന് ഞാൻ നല്ല ചീത്ത വിളിക്കും. എനിക്ക് കേൾക്കണ്ട ഞാൻ വേണം ഉടക്കും ആ ലെവലാണ്. കാരണം എനിക്കിത് കേൾക്കണ്ട. കാരണം ഞാൻ ക്ലാസ്സിലൊരു ദിവസം ഞാൻ ആദ്യമായിട്ട് ഹോജോ ബോർഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് അറിയുന്നത്. അതായത് ഇത്രയും കാലം ഞാൻ ഈ ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെയോ തട്ടി എടുക്കാതെ പോയേക്കുന്ന. കാരണം ഈ ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുക. പക്ഷെ നിങ്ങളിത് പറയുന്നത് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചാൽ പണ്ടാരും ചെവി പോയി പിടിക്കും. എന്നിട്ട് ഇതിനകത്ത് ശരിക്കും അതിനകത്ത് പിന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മന്ത്രം പരിപാടി അങ്ങനെ നമ്മളിത് ഓർക്കല്ലേ എന്നുള്ള സാധനം വിചാരിച്ച് ഇത് തന്നെ വെറുതെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഹോജോ ബോർഡിൻ്റെ സാധനം ആദ്യമായിട്ട് പിള്ളേർ പറഞ്ഞപ്പം ഞാൻ ആദ്യം വിചാരിച്ചു തമാശ പരിപാടി. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ സംഭവം പതുക്കെ പേടിയാകാൻ തുടങ്ങി. അന്ന് വീട്ടിൽ ചെന്നിട്ടാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചത്. അത് എനിക്ക് കുളിക്കാൻ ബാത്റൂമിൽ പോകാൻ പറ്റുന്നില്ല. എനിക്ക് വീട്ടുകാരോട് പറയാനൊരു ചമ്മൽ 8ലും എന്തോ ആയി. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെയെന്നുള്ള ഏറ്റവും വലിയ പോയിട്ട് തലയെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. ശ്വാസവും മുട്ടും. കാരണം കണ്ണ് വെള്ളം വീഴും. അത്ര നേരം മൊത്തത്തിൽ നോക്കുന്നുണ്ട്. കണ്ണ് വെള്ളം വീഴുന്ന സമയത്ത് ഇതായി പോലും. പിന്നെ തല തോർത്താനും പേടിയാ. തോർത്ത് മേടി കിടക്കുവാണല്ലോ. നല്ല ടാസ്കാ. അത് കാരണം ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഉള്ള കുളി പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. നല്ല പേടി. പിന്നെ ഇത് അന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഈ പവർ കട്ട് സമയത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കാനൊക്കെ ഇരുന്ന ചെറുതായിട്ട് പേടി വരും. ഒറ്റയ്ക്ക് ഇരിക്കുവാണല്ലോ, മെഴുകുതിരി ഉണ്ടല്ലോ. അപ്പം മറ്റേ സാധനം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം, ആ സാധനം മനസ്സിൽ വെറുതെ വരും. പറയില്ല. അപ്പം പിന്നെ എനിക്ക് ഇതുവരെ വല്ല പൈസയോ കോയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ വല്ലതും ഉണ്ടോ തന്നെ വല്ലതും ഇപ്പോൾ വന്നിരുന്നാൽ തീർന്നില്ലേ. അതായത് അടുത്ത സെക്കൻഡ് എന്തെങ്കിലും നടന്നേക്കാം എന്നുള്ള ഒരു പേടി. അങ്ങനെ നിൽക്കുമ്പോ ഒരു ഇല ആണെങ്കിൽ പേടിക്കും. അങ്ങനെ പേടിച്ചിട്ട് ഏറ്റവും മനുഷ്യനെ പേടിപ്പിക്കുന്ന ഇരുട്ടത്ത് പേടിപ്പിക്കുന്ന സാധനം വാഴ. ഇത് അകലെ നിക്കണ കണ്ടു കഴിഞ്ഞ ഒരു രൂപം പോലെ തോന്നും. 4 ഇലയൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് എനിക്ക് ലാസ്റ്റ് ഈ പറഞ്ഞ സാധനം ഒരു ദിവസം ഞാൻ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവൻ ടെറസിന്റെ മേളിൽ നിൽക്കുമ്പോൾ ഒരു 2 മണി 3 മണി സമയത്തും കണ്ടു വെളുപ്പം നിൽക്കും. അപ്പോഴത്തേക്കും ഇവനിങ്ങനെ ദൂരോട്ട് നോക്കിയിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചേ അവിടെ എന്നിങ്ങനെ വിളിച്ചിട്ട് അവിടുത്തെ ട്രാൻസ്ഫോമർ കാണാമെന്ന് ചോദിച്ചു. ഞാൻ കാണാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ 2 പേരിങ്ങനെ തൂങ്ങി കിടക്കണ പോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് നമ്മളില്ല എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ എന്തിനാ വിളിച്ച് കാണിച്ചാരം പിടിക്കുക. എനിക്ക് തിരിച്ച് 18 കിലോമീറ്റർ അടിച്ചിട്ട് വീട്ടിൽ പോകണ്ടായി 3 മണിക്ക്. ഫോൺ ഏത് പോസ്റ്റ് ട്രാൻസ്ഫോറും കണ്ടാ എനിക്കത് തോന്നുക. അങ്ങനത്തെ ഏതാ ഇതുപോലെ വേറൊരുത്തന്നെ ഇതുപോലെ നമ്മൾ ചെറിയ കൂടുതൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവനെ ഞാൻ റിസ്ക് എടുത്ത് പോലീസൊക്കെ നോക്കി ഇവനെ കൊണ്ട് വിട്ടിട്ട് തിരിച്ചു വരിക. എനിക്ക് തിരിച്ചു വരുമ്പോൾ ഒറ്റയ്ക്ക് 2 പ്രേതത്തിനും പേടിക്കണം പോലീസിനും പേടിക്കണം. മൊത്തത്തിൽ ഞാൻ അത്ര എൻ്റെ വീട്ടിൽ നിന്ന് 5-6 കിലോമീറ്റർ ഉണ്ട്. ഇവനെ ഞാൻ നമ്മൾ വരുന്ന റൂട്ടിൽ എൻ്റെ വീട്, അവിടുന്ന് അത്രയും ഓവർ ഓടിച്ച് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരണം. ഇതുപോലെ തന്നെ 1 മണി 2 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ പോയി ഇവൻ്റെ വീട് എത്താറായിട്ട് വഴിയിലോട്ട് ഇങ്ങനെ കയറിയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ത് വഴിയാ മറ്റേ ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ നോക്കാൻ നോക്കിയത് ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വീടാണെന്നുള്ള സാധനത്തിൽ മര്യാദയ്ക്ക് വല്ല മെയിൻ റോഡിൻ്റെ സൈഡിലാണ് അവിടെ ഇറക്കിയിട്ട് പോകുമായിരുന്നല്ലോ. അങ്ങനെ എന്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഈ വഴി ഇതൊക്കെ മനുഷ്യന്മാർ പോണ വഴിയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു മനുഷ്യന്മാർ പോണവരെ ചിലത് അടിച്ചിടുന്നുണ്ട് അങ്ങനെ ഒരു സാധനത്തെയും പറഞ്ഞു. അപ്പം ഞാൻ ചെന്ത് മറ്റേ അവിടുത്തെ ആ വളവില്ല അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ മറ്റേ മാടനുണ്ടെന്നുള്ള സാധനം പറയുന്നതാണ്. അവർ മാടന് കണ്ടാ നീ കേട്ടിട്ടില്ലേ മാടനടി എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല വേണ്ട കുഴപ്പമില്ലാതൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്കത് പേടിയാണെന്ന് കാണിക്കാനും ഒരു മടി. എന്നിട്ട് ദിവസം ഇവൻ പറഞ്ഞു നമ്മളവിടുത്തെ ചേട്ടൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് വീണുള്ളൂ രാത്രി അതിൽ ഒറ്റയ്ക്ക് പോണവരെ അടിച്ചിടും വണ്ടിയെ പോണവരാണെന്ന്. വണ്ടിയെ പോകുന്നവരെല്ലാം ആ വളമാകുമ്പോൾ വീഴുവാന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഇവനെ ഇറക്കിയിട്ട് ഇവൻ എന്നിട്ട് ഞാൻ വേണം തിരിച്ചവിടം വരെ വരാം നിനക്ക് പേടിയുണ്ടോ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിശ്വസിച്ചിട്ടല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. സംഭവം വെച്ച് ആക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷമല്ല പെട്ടെന്നൊരു മഴയുടെ ഇതായി കുറേയും കൂടെ ഭയങ്കര ഡാർക്കാവുന്നു. പവർ കട്ട്. ഞാൻ കറക്റ്റ് അവിടെ വരാൻ നേരം മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് ഓഫായി പോവുക. പോയിട്ട് ഫുൾ ഇരുട്ട്, വണ്ടിയുടെ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇവരിങ്ങനെ പറഞ്ഞത് മൊത്തം കിടക്കുക. ഞാനിങ്ങനെ ആലോചിക്കും വേറൊരു വഴിയില്ല പോകാൻ. ആ വളവ് ക്രോസ് ചെയ്തല്ലാതെ എനിക്ക് പോകാനും പറ്റൂല.
ഇങ്ങനെ അവിടെ നിന്നാലോ നേരം വിളക്കുന്നത് അങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. അവസാനം ഞാൻ ഓർത്തു ഇതൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, ഇല്ല. സംഭവം സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മൾ പേടിച്ച് വീഴും ചിലപ്പോൾ. അതാണ് ഞാൻ ആ വളവ് ക്രോസ് ചെയ്ത വരെ പേടിച്ചാൽ വീഴും എന്നുള്ള സാധനം മനസ്സ് വിചാരിച്ച് പോയി ക്രോസ് ചെയ്ത് പിന്നെ കോപ്പ് പിന്നെ ധൈര്യ ഇത് പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച ആളുടെ ഒരു ആത്മാവ് തിരിച്ചു വരുന്നു എന്നുള്ളതിനേക്കാൾ ശരിക്കും നമ്മുടെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ റൈറ്റിങ്സിലൊക്കെ നമ്മൾ ഒരുപാട് അൺനാച്ചുറൽ ഫോഴ്സസിനെ പറ്റി നമ്മൾ പറഞ്ഞ് വിശ്വസിക്കുകയും ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മാടൻ അടി, ചങ്ങലമറുത, കൊല്ലവൻ, പിള്ളതീനി, കരുകലക്കി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പറയാറുണ്ട്. ഇപ്പോൾ ആൾക്കാർ പറയും, പ്രായമുള്ളവർ പറയും ഈ ഗർഭിണിയായിരിക്കും പുറത്തിറങ്ങരുത്, മറ്റേ കരുവിനെ തിന്നാൻ വേണ്ടി ഒരു ജീവി വരും, അതുപോലെ കുട്ടികളെ പുറത്തിറക്കില്ല, പിള്ളതീനി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കും. ചെങ്ങലിനെ സൗണ്ട് വെക്കും, അതാ ചങ്ങലമാണ്ട്. അതായത് ചില സ്ഥലത്ത് ചങ്ങലയുടെ ശബ്ദം കേൾക്കുക, അതായത് ചങ്ങല കിടക്കുന്ന ഒരു മാടൻ ഇങ്ങനെ ചങ്ങല കുലുക്കിക്കൊണ്ട് വരുന്നു, ഈ ശബ്ദം കേൾക്കുക, അടിച്ചിടുക, ആൾക്കാർ പോകുന്നവർ അടിച്ചിടുക, അത് മാടൻ അടിക്കാന്ന് പറയും. ഇങ്ങനെയുള്ള ഒരാൾ മരിച്ചു പോയതിന്റെ കള്ളം മറ്റേ മോഷ്ടാക്കൾ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യണ പരിപാടി ആയിരിക്കും. കുറെ പേർക്ക് മറ്റേ വെള്ളാട്ട പോക്കറിനെ ഉണ്ടാക്കിയില്ലേ, മറ്റേ പടല്ലേ വെള്ളാട്ടപ്പോക്കറിന് ഒരു ഉദ്ദേശമുണ്ട്, ആരും രാത്രി പുറത്തേക്ക് ഇറങ്ങരുത്, എന്നാലും ഇയാളുടെ കാര്യത്തിന് ഇയാൾക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. ശരിക്കും ഏറ്റവും ഡ്രെഡഡ് സാധനം മനുഷ്യൻ തന്നെയാണ്. അപ്പൊ മനുഷ്യനാണ് ഇതിങ്ങനെയുള്ള കഥകൾ ഉണ്ടാക്കി ഇത്തിരി തലക്കേസുള്ളവരൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണവരെ ആൾക്കാർക്ക് പേടിയുണ്ട്. ചിലപ്പോ എന്തെങ്കിലും എടുത്ത് തലക്കടിക്കൂ, അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും, അങ്ങനെ നടക്കുന്ന ഒരാളുണ്ടാവും. പണ്ട് ബാധ കയറിയെന്നല്ലേ, വട്ടായവർക്ക് ബാധ കയറിയെന്നല്ലേ പറയണത്. അതൊരു ശരിക്കും ഈ പറഞ്ഞ എന്തിനാ ഇപ്പൊ പ്രേതത്തിന് പേടിക്കുന്നത്? റിപ്പർ ഉണ്ടായിരുന്നില്ല നമ്മളെ അതൊരു മനുഷ്യനല്ലേ. അത് സത്യത്തിൽ പ്രേതത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ പിടിക്കും, കാരണം അതിനകത്ത് നമ്മുടെ ഉത്ബോധ മനസ്സിന് അറിയാം ഇതുള്ളതാണെന്ന്, ഉറപ്പാണെന്നല്ലേ. അതുകൊണ്ട് അത് ശരിക്കും പിടിക്കും. ഒരു സമയത്തൊക്കെ റിപ്പറിന്റെ 2 കേസുള്ള സമയത്തും ആ സമയത്ത് നാട്ടുകാർ പേടിച്ച് പുറത്തിറങ്ങത്തില്ലായിരുന്നു, അത്ര കിടിലൻ സംഭവമായിരുന്നു. ഞങ്ങള് ഒരു പ്രാവശ്യം ഷൂട്ടിന് വേണ്ടിയിട്ട് കോഴിക്കോട് ഒരു സ്ഥലത്ത് ഞങ്ങളിങ്ങനെ കുറച്ച് പിള്ളേരെ കൂടി, അപ്പൊ അവിടെ വീട് വാടകയ്ക്ക് എടുത്തേക്കാം, ഹോട്ടൽ റൂം, അവിടെ അങ്ങനെ ഹോട്ടൽ സെറ്റപ്പ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല, അങ്ങനെ എത്ര ആൾക്കാർക്ക് താമസിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം താമസിച്ചു കൊടുത്തത് ഞങ്ങളുടെ വേറൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ അവിടെ ഒരു വീട് കിട്ടി. അപ്പോൾ എടുത്തു. അപ്പോൾ ഈ വീട് എന്ന് പറയുന്നത് നല്ല വലിയൊരു തെങ്ങും പറമ്പിൻ്റെ ഒത്ത നടുക്ക് ഒരു ചെറിയ ഓടിട്ട വീട്. അവിടെ കയറി ചെല്ലുമ്പോൾ അവിടെ പ്രായമുള്ള ഒരു ചേട്ടൻ മാത്രമാണ് അതിൻ്റെ കെയർ ടേക്കർ. എന്നിട്ട് ഞങ്ങളവിടെ ചെറിയ കഥയാണ്, ശരിക്കും ഭയങ്കര ഈ വീട് രാത്രിയാണ് ഞങ്ങൾ അവിടെ കയറി ചെല്ലുന്നത്. അപ്പൊ രാത്രി കയറി ചെല്ലുമ്പോ തന്നെ ഞങ്ങൾക്ക് ആരും അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറഞ്ഞൊന്നുമില്ല, പക്ഷെ ഒരു പൊട്ട വൈബ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത്. അത് ഞങ്ങൾ നിരന്നിങ്ങനെ, അന്ന് ഞാൻ ബൈക്കുമെന്ന് വീണു കേട്ടോ, എനിക്ക് ബൈക്ക് ഓടിക്കാറില്ല, സിനിമയിൽ എനിക്ക് ബൈക്ക് ഓടിക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓടിക്കാൻ തന്നിട്ടുള്ളൊരു കാലിബറുണ്ട്, അത് രാത്രി തന്നെ ഞാൻ ഓടിച്ച് പഠിക്കാൻ തീരുമാനിച്ച് ഞാൻ ഓടിച്ചു തുടങ്ങി. കുറച്ചൊക്കെ ഓടിക്കേണ്ടത് ആ വണ്ടി. അപ്പോൾ എന്നാൽ ആ വീട്ടിലേക്കും അങ്ങനെ തന്നെ ഓടിച്ച് പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേറൊരു ജോണും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അഭിനയിക്കാനുള്ളൊരു ജോണ്. അപ്പോൾ അവന് നീ കയറിക്കോടാ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ അല്ല അവൻ്റെ ബാക്കിൽ അവൻ്റെ ബാഗ് അവനേക്കാളും വെയിറ്റുള്ളൊരു സാധനം, അതും ഇട്ടിട്ട് ഇവൻ കയറിയിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഒറ്റയ്ക്ക് ഓടിച്ച് തന്നെ പരിചയമായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ പിന്നിൽ ഡബിൾ വെച്ചിട്ട് ഓടിക്കുന്നത്. അപ്പോൾ എനിക്ക് എടുക്കുമ്പോൾ തന്നെ അറിയണ്ട എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എലിവാണം പോണല്ലോ ഇങ്ങനെ പോയത്. എന്നിട്ട് റോട്ടിൽ കയറി. അപ്പോൾ അവിടെയുള്ളൊരു പിറ്റേ ദിവസം പറഞ്ഞു, നിന്റെ പോക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഫുൾ കയറ്റം ഇറക്കൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ കയറി പോകുന്നു, ഇറങ്ങി വരുന്നു. അപ്പോൾ കയറ്റം കയറുന്നതിൻ്റെ ഇടയിൽ സെക്കൻഡിൽ കയറുന്നുണ്ട്. നല്ലൊരു കാര്യം ഞാൻ ഫസ്റ്റിലിട്ടേക്കാന്ന് വിചാരിച്ചു. ഫസ്റ്റിലിട്ട് ക്ലച്ച് എടുത്ത് കയറി കൊടുക്കലും കൊടുത്തു. ആക്സിലേറ്റർ വണ്ടി ബാക്കിലേക്ക് അടിച്ചു വീണു. ഞാൻ ആദ്യം നോക്കിയത് ജോൺ ചത്തോറാ റെസ്പോൺസിബിൾ ജോണേന്ന് പറയാം. അവളെ കണ്ട് ചിരിക്ക. എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ എൻ്റെ ഒരു കാല് ഇപ്പോഴാ പാടുണ്ട്, കുറേ മാംസം ഇതൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് ചോരയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ജസ്റ്റ് ഡ്രസ്സ് ചെയ്തുള്ളൂ, സ്റ്റിച്ച് ഇട്ടൊന്നുമില്ല. എന്നിട്ട് രാത്രി ഞാൻ രാത്രി വീട്ടിലേക്ക് അങ്ങനെ ജോയിൻ ചെയ്യണം. ഈ വീട്ടിലേക്ക് ഫുൾ കാലൊക്കെ പൊട്ടിയെങ്കിൽ നടക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ട് കേട്ടോ. അരുൺ ചേട്ടൻ ഡയറക്ടർ, ആളുടെ അടുത്ത് ഇതെങ്ങനെ പറയുകയും ചെയ്യും എൻ്റെ കാലൊക്കെ പൊട്ടി. അത് ഞാൻ വീട്ടിൽ കയറി ചെന്നു. ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് കിടന്നു. അപ്പുറത്തെ റൂമിലൊരു ബെഡുണ്ട്, ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൻ്റെ തലയ്ക്ക് ഭാഗത്ത് ഒരു കുരിശ് വരച്ച് വെച്ചിട്ടുണ്ട്. ഈ റൂമിലൊരു കുരിശുണ്ട്, ഒരു ബൈബിളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് മൊത്തത്തിലൊരു അന്തരീക്ഷം മോശം. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. എല്ലാവരും ജസ്റ്റ് ഒന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു നിലവിളി, അമ്മേ
നിലവിളി നിലവിളി നോക്കുമ്പോ അവിടെ നടന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ലിജോയും വേറെ ശരൺ എന്ന് പറഞ്ഞ ഒരാളെ കിടക്കണ്ടായിരുന്നു. ലിജോ ശരണിന്റെ കഴുത്തിന് പിടിച്ചു. ശരൺ ലിജോന്റെ മോന്തായം കഴുത്തുമ്പോൾ പിടിച്ചപ്പോൾ അവൻ എഴുന്നേറ്റിട്ട് മോന്തായം പിടിച്ചു. പിന്നെയാണ് അറിയുന്നത്. അപ്പൊ രണ്ടുപേരും എന്തോ ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. കട്ടിൽ തിരിയണ പോലെ തോന്നി എന്ന് പറയുന്നു. ഒരുത്തൻ അപ്പുറത്തുള്ളവൻ എന്തോ ബഹളം ഉണ്ടാക്കി എന്ന് പറയുന്നു. സംഭവം ശരൺ രാത്രി ഉറക്കത്തിൽ സംസാരിക്കും. ഈ ഉറക്കത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ എന്തോണ് ഇവൻ കഴുത്തിന് കയറി പിടിച്ചത്. പക്ഷെ അടി നടന്നു. ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായി. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റു. നിലവിളി കേട്ടിട്ട് എഴുന്നേക്കാന്ന് പറയുമ്പോൾ നീ ആലോചിക്കുക. അപ്പുറത്തെ മുറിയുന്ന ഒരുത്തൻ വാവിട്ട് ഓളിയിട്ടിട്ടാണ് ഞങ്ങൾ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് വന്നിട്ട് ഇവന്മാർ പറയണ കഥ ഇങ്ങനെ, എടാ എനിക്ക് ശരിക്കും എന്തോ തോന്നി, എനിക്ക് കട്ടിൽ തിരിയണ പോലെ തോന്നി. അപ്പം മറ്റവനും പറയാം എനിക്കും കട്ടിൽ തിരിയണ പോലെ തോന്നി. രണ്ടുപേരും സിനിമ കഥ ഉണ്ടാക്കാൻ അറിയണവരാണോ എന്താണോ അറിയില്ല. പിന്നെ രാത്രി ഒന്നും അടിച്ചില്ല, അന്ന് അടിച്ചിട്ടില്ല. അപ്പൊ തുടങ്ങി രാത്രി. പിന്നെ ഞാൻ ഈ പറഞ്ഞ അവസ്ഥയായി. എല്ലാവരും കിടന്നുണ്ട്, പക്ഷെ ആരും ഉറങ്ങിയിട്ടില്ല എന്നറിയാം. അങ്ങോട്ട് ആ റൂമിൽ കിടന്നവന് ഇപ്പുറത്ത് വന്ന് കിടന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ചോദ്യം, ഇത്ര ബഹളം ഉണ്ടായിട്ടും ആ വയസ്സായ ചേട്ടൻ വന്ന് നോക്കിയില്ല, എന്തുകൊണ്ട് വന്നില്ല? പുള്ളിക്ക് അറിയാം ഇവിടെ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത്. ആള് വന്ന് നോക്കിയില്ല. അപ്പൊ പിന്നെ ഈ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ തന്നെ ഈ ഹോളി വന്ന് കിടന്നു. എന്നിട്ട് ഈ രാത്രി ഫുള്ള് ഇതാണ്. അപ്പുറത്തെ ജോണ നീ ഉറങ്ങിയടാ? ഇല്ലടാ. നീ ഉറങ്ങിയ? ഇല്ല, നമുക്ക് നാളെ തന്നെ ഈ വീട് മാറണണ്ട. നാളെ തന്നെ അരുൺ ചേട്ടനോട് പറഞ്ഞു ഞങ്ങളാ വീട് മാറി, അവിടെ താമസിച്ചില്ല. ചില സമയം ഇതുപോലെ ഒറ്റ ദിവസത്തേക്കൊക്കെ സ്റ്റേ അടിക്കാനൊക്കെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ വല്ല നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വല്ല കസിൻസിൻ്റെ വീടോ അങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന വീടൊക്കെ ആയിരിക്കും. അവിടെ ആദ്യം കയറുമ്പോൾ നമ്മുടെ രസമാണ്, കൂട്ടുകാരെല്ലാം അവിടെ നിൽക്കുന്നുള്ള പരിപാടിയൊക്കെ കാണും. ഏതെങ്കിലും ഒക്കെ ഒരു മൂലയ്ക്ക് ഏതെങ്കിലും ഒരു അപ്പച്ചൻ്റെ ഒക്കെ ഫോട്ടോ കാണും. അത് ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ് രാത്രി ഇത് കാണുമ്പോൾ ഭയങ്കര പേടിയടിക്കും. നമ്മൾ നോക്കുമ്പോൾ മറ്റേ ബീച്ചൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പൊക്കോളാം, നാളെ തന്നെ പൊക്കോളാം. നല്ല രീതിയിൽ പേടി. ശരിക്കും ഞങ്ങളെല്ലാരും പേടിച്ചു. ജനറലി നമ്മൾ ഫ്ലാറ്റ് നോക്കുമ്പോൾ തൂങ്ങിയിട്ടുള്ള ഫ്ലാറ്റാണെങ്കിൽ അവിടെ റെന്റ് കുറവായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ഫ്ലാറ്റ് മാറാനായിട്ട് ഒരു വീട് പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടുത്തെ ഓണർ പറഞ്ഞേ മറ്റേ ബ്രോക്കർ പറഞ്ഞ് ഇത് മറ്റേ സൂപ്പർ ഉള്ളതിൽ ഏറ്റവും നല്ല വീടാണ്, ഞാനും എൻ്റെ അമ്മയും കൂടെ ഇവിടെ തന്നെ താമസിച്ചിരുന്നത്, നമ്മൾ താമസിച്ച വീടെന്ന് പറയുമ്പോൾ അത്രയും നല്ലതാണെന്നുള്ള സ്ഥാനത്ത്. പിന്നെ അമ്മ മരിച്ചപ്പോഴത്തേക്കും പിന്നെ ഇവിടുന്ന് മാറിയതാണ്. എന്നിട്ട് രണ്ട് എന്തോ ഡീറ്റെയിൽസ് കൂടെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു അമ്മ മരിച്ചത് വീട്ടിലല്ല കേട്ടോ, ആശുപത്രിയില്ല. ആൾക്കാരത് ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നൊരു കാര്യമാണ്. അതെ, എനിക്ക് നമ്മുടെ മറ്റേ മരടിൽ വളഞ്ഞു നിൽക്കണ ഫ്ലാറ്റില്ലേ, അപ്പൊ അതിന്റെ ആർക്കിടെക്ട് തൂങ്ങി മരിച്ചെന്ന് ആള് മരിച്ചിട്ടൊന്നുമില്ല. ഇല്ല, ഞാൻ കേട്ടേക്കുന്നത് അതീ തൂങ്ങി മരിച്ചെന്നൊക്കെ പിന്നെ കഥകളുള്ള മനുഷ്യനാണെന്ന് എനിക്ക് അറിയുന്നത്. അല്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ കുറെ കഥകളുണ്ട്. പക്ഷെ ആള് ഞാൻ കേട്ടുള്ള ഏതൊരു കൊറിയനാ ജാപ്പനീസ് അങ്ങനെ എന്തോ ഒരാള്, അത് നമ്മുടെ ഹൈവേ അല്ല നമ്മളുടെ ഇവിടത്തെ ഒരു ഹൈവേ അല്ലേ, ഏതാ എനിക്ക് തോന്നുന്നത് നാഷണൽ ഹൈവേ, ഇവിടത്തെ കുടിവെള്ള പദ്ധതി പൊന്നാനി ആ ഭാഗം ഏതൊരു ഹൈവേയുടെ ഒരു ഇതിന് പുറത്തുനിന്ന് വന്നൊരു കോൺട്രാക്ടർ ആയിരുന്നു. ആളുടെ ഫണ്ട് പാസ്സായില്ല. അത് ആ ഹൈവേ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാത്ത ഹൈവേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനെ പറ്റി ന്യൂസ് വരാറുണ്ട്. ആളുടെ ഫണ്ട് പാസ്സായില്ല, അയാള് ആത്മഹത്യ ചെയ്തു. അപ്പൊ എനിക്ക് മരട് ഫ്ലാറ്റ് കാണുമ്പോ എപ്പോഴും ചെറിയൊരു ബാക്കി എല്ലാം അവിടെ ഫുൾ കളർഫുൾ, ഇത് മാത്രം ഇങ്ങനെ ആ ഒരു സിമെന്റിന്റെ കളർ പായലൊക്കെ പിടിച്ച് ഭയങ്കര ഡാർക്കായിട്ട്. ഈ ഹൈവേയുടെ കാര്യം വന്നപ്പോൾ നമ്മളാണെങ്കിൽ പണ്ട് തൊട്ടേ ആളുകൾ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ നമ്മൾ നോർമൽ ഈ കോഴിയെ ഇതൊക്കെ ബലി കൊടുക്കുന്ന ഹ്യൂമൻ സാക്രിഫൈസ് നടത്തുന്നത് പില്ലർ ഉറയ്ക്കാൻ വേണ്ടി നല്ലതാണ്. കണ്ണെഴുതി പൊട്ടത്തെ സിനിമ കണ്ടാണ്. അപ്പം ഇത് ഉറയ്ക്കണമെങ്കിൽ മനുഷ്യന്റെ നടക്കണം എന്നുള്ള രീതിയിൽ ഒരു വിശ്വാസം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ പാലം അവറാൻ പറഞ്ഞ മൂവാറ്റുപുഴ പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ ആ ജോലിക്കാരിൽ ഒരാളെ ഇട്ട് മണ്ടയ്ക്ക് കുമ്മായത് നിറച്ചിട്ടാണ് അതിൻ്റെ പില്ലർ ഉറപ്പിച്ചേക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ അനധികൃതമായിട്ട് ഒരുപാട് കേസുകളിൽ ഇങ്ങനെ ആൾക്കാരെ കൊന്ന് ചരിത്രം കഥയുണ്ട്. പാലങ്ങൾ ഉറക്കണമെങ്കിൽ വർഷങ്ങളായിട്ട് ഈ ജപ്പാനീസിലൊക്കെ ഹ്യൂമൻ പില്ലർ എന്ന് വലിയ സംഭവം തന്നെയുണ്ട്. അതായത് പില്ലർ കംപ്ലീറ്റ് ആണെങ്കിൽ ഹ്യൂമനെ ഇട്ട് അത് നിറച്ചാലേ അത് ഉറക്കത്തുള്ളൂ എന്നുള്ളൊരു ആ അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ കോളേജ് ട്രിവാൻഡ്രല്ലേ, നിനക്കറിയാൻ സാധ്യതയുണ്ടല്ലോ. കാര്യവട്ടം കോളേജിൻ്റെ അകത്ത്, കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കാടിൻ്റെ സൈഡാണ്. അതായത് ഹൈവേ സൈഡിൻ്റെ ഇവിടെ കോളേജ്, ബാക്ക് സൈഡ് ഫുൾ കാടിലെ കവർ ചെയ്തിരിക്കുന്നു. കാട്ടിനകത്തൊരു കുളമുണ്ട്, ഹൈമാവതി കുളം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ കേൾക്കുന്ന കഥകളിൽ ആദ്യത്തെ കഥകളൊന്നത് ഹൈമാവതി കുളം, ക്യാമ്പസിൻ്റെ കാട്ടിലേക്ക് പോകരുത്, അവിടെ കുളമുണ്ട്, ഹൈമാവതി കുളം. കുളത്തിൻ്റെ പേര് ഹൈമാവതി കാരണം അവിടെ ഒരു പ്രേതമുണ്ട്, ഹൈമാവതി എന്ന പേരിൽ പ്രേതമുണ്ടെന്ന്
പണ്ട് തൊട്ടുള്ള കഥയാണ്. അനീസൊക്കെ ഫസ്റ്റ് ഡേ പോയി. അന്ന് തന്നെ പ്രേതം പേടിച്ച് അവിടുന്ന് നാട് വിട്ടു പോയി. അനീസിക്ക് ഒരു പ്രേതം വശീകരിക്കണ അനീസിക്ക പോകും. പിന്നല്ലാതെ എൻ്റെ ദ്വീപ് വശീകരിച്ചായിരുന്നു ഞാൻ വരും. പിന്നാണ് ഹൈമാവതി. അപ്പൊ കോളേജിനകത്ത് അങ്ങനെ അത്രയും വലിയ ചർച്ചകൾ നമ്മൾ സംസാരിക്കും. ഇങ്ങനത്തെ കുറച്ച് ഈ കഥകള് ഞാൻ ആലോചിക്കരുത്. ഈ വിശ്വസിച്ചാലേ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് ഞങ്ങളുടെ ഈ കോളേജിന്റെ ഇത് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ഒക്കെ ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. എഡിറ്റിൽ എൻ്റെ തല പോയി അവൻ്റെ കയറിയെന്ന്. അപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ ഒക്കെ നീ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കാര്യം പറയാൻ പറഞ്ഞപ്പോ 2 പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇല്ലെന്ന്. ഞാൻ എൻ്റെ മറ്റേ ആറ്റിറ്റ്യൂഡ് ഇട്ടു. പ്രേതം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പ്രേതമൊന്നും ഇല്ല, ചുമ്മാ പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കട്ട് ചെയ്തു. എൻ്റെ ഫ്രണ്ട് വന്ന് ഞങ്ങൾക്ക് ദേവം പറഞ്ഞല്ലോ, എനിക്ക് പേടിയാണ്, ഞങ്ങളങ്ങോട്ടൊന്നും പോകാറില്ല. അപ്പോൾ ആ സാധനം പ്രൊജക്ട് ചെയ്തിട്ട് ഇവന്മാരിത് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ഡാർക്ക് സീൻ എന്താണെന്ന് വെച്ചാൽ ആ ക്യാമ്പസിനകത്ത് ഒരു മിനിമം 5 മർഡറെങ്കിലും കാട്ടിനകത്തുനിന്ന് ഡെഡ് ബോഡിയെങ്കിലും ഞാൻ പത്രവാർത്ത കണ്ടിട്ടുണ്ട്. റീസെൻ്റ്ലി കാണാതായ ഒരു പയ്യൻ്റെ ഡെഡ് ബോഡി, അത് അങ്ങനെയല്ല തിരിച്ചു വേണ്ടത്. റീസെൻ്റ്ലി ഈ പറയുന്ന ക്യാമ്പസിൻ്റെ ബാക്കിലെ കാട്ടിൽ ഈ കുളത്തിൽ നിന്നും അവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന പഴയ വാട്ടർ ടാങ്ക്, നിലത്ത് കോൺക്രീറ്റ് ഇട്ട് അടിയിലേക്ക് വാട്ടർ ടാങ്ക് ഒന്ന് സെറ്റപ്പ് ഉണ്ടല്ലോ, അതിനകത്തുനിന്നൊരു ഡെഡ് ബോഡി കിട്ടി. ചീഞ്ഞ് അസ്ഥി കൂടെ മാത്രമായ ഡെഡ് ബോഡി, ഒപ്പം ഒരു പേഴ്സും ഐഡൻറ്റിറ്റി കാർഡും കിട്ടി. ആ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തപ്പോൾ ആ പയ്യനെ കാണാതെ പോയി എന്ന് മലപ്പുറത്തുനിന്ന് പണ്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. ആ പയ്യൻ്റെ അഡ്രസ്സ് അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. കാര്യവട്ടം ക്യാമ്പസിനകത്താണിത്. അപ്പം നോക്കിയപ്പോൾ അവൻ ടെക്നോ പാർക്ക്, കഴക്കൂട്ടത്ത് ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ്റെ വീട്ടുകാരെ തപ്പി ചെന്നൈക്ക് പോയപ്പോൾ അവർ പറയുന്നത് അവൻ കാണാതെ പോയി. അന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തത് ഞാൻ തിരിച്ചു വന്നു, അവൻ ഇപ്പം വേറെ എവിടെ ആണെന്ന്. അവൻ വീട്ടിൽ വരാറില്ല, ഞങ്ങളുമായിട്ട് പിണക്കത്തില്ല, വീട്ടിൽ വരാറില്ലെന്ന് നിൽക്കുക. ഞാൻ ലാസ്റ്റ് വായിച്ച ന്യൂസ് അതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ക്യാമ്പസിനകത്ത് ഇതുപോലെ അൺഐഡൻറ്റിഫൈഡ് ആയിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ ഡെഡ് ബോഡീസ് 5 ഞാൻ തന്നെ വാർത്ത വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ ഹൈമാവതി ബേസ് ചെയ്താണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഹൈമാവതി പ്രശ്നം പവറൊന്നുമില്ല. മരിച്ചവരാരെങ്കിലും വന്നിട്ട് പറഞ്ഞുതരൂ. ആൾക്കാര് അതിന് ഒരു അതായത് എന്തെങ്കിലും ഹോണ്ടഡ് പ്ലേസിൽ ആൾക്കാർ അവരുടെ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയത്. നീ പോയിട്ടില്ലേ ട്രക്കിങ്ങിനൊക്കെ? ഹിമാലയം പോയപ്പോ എന്തെങ്കിലും നമുക്ക് ഈ ട്രെക്കിന് ഞാൻ പോയ ഗ്രൂപ്പിൽ ആക്ച്വലി അവരൊരു ഒരു ഞാൻ ഹംതാ പാസ് എന്ന് പറഞ്ഞു, ഹിമാചൽ സൈഡിലാണ് ഹംതാ പാസ് എന്ന് പറഞ്ഞിട്ട്. എത്ര കിലോമീറ്റർ നിങ്ങൾ പോയത്? ഞാൻ ഒരു ദിവസം 10 കിലോമീറ്റർ വരെയൊക്കെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ആവശ്യത്തിന് ബേസിക്കലി ആ ട്രെക്കിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യയുടെ മൺസൂൺ ബാരിയർ. അപ്പോൾ അതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഹിമാചലിൽ ഭയങ്കര ഗ്രീനറിയാണ്, മറ്റേ സൈഡിൽ ലേ ലഡാക്ക് പോലെ ഡെസേർട്ടാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ട്രെക്ക് ചെയ്ത് ക്രോസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും, ഷിഫ്റ്റ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾക്കപ്പം ഞാൻ പോയ ഗ്രൂപ്പിൻ്റെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഗൈഡിൻ്റെ ഒരു ഗ്രൂപ്പ് വെബ്സൈറ്റ് വരെയാണ് പോയത്. അപ്പോൾ അയാളിങ്ങനെ ഫുൾ ഇങ്ങനെ ഭയങ്കര സംസാരമാണ്. അപ്പൊ അയാളിങ്ങനെ ഫുൾ തള്ളാണ്, ഇവിടെ ആ പ്രേതം, അവിടെ ഈ പ്രേതം. അതെ, നമുക്കിപ്പോ രാത്രിയൊക്കെ ചെറുതായിട്ട് ലൈറ്റ് ഒക്കെ കാണാൻ പറ്റും, ഇങ്ങനെ ലൈറ്റ് മിന്നണ മുകളിലൊക്കെ. അതൊക്കെ എല്ലായിടത്തും കാണാം നമ്മുടെ വീട്ടിൽ. ഇല്ല, നമുക്ക് അത്ര ദൂരെ നിന്ന് കാണുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു എലിവേഷനിലാണല്ലോ. അവിടെ നമ്മൾ അപ്പുറത്ത് നോക്കുമ്പോൾ അവിടെയും ലൈറ്റ് ഒക്കെ മിന്നണ കാണുമ്പോൾ അവൻ പറയും പ്രേതമാണ് എന്നൊക്കെ പറയും. അത് കണ്ടോ ജോസഫ്? കഴിഞ്ഞ ആഴ്ച അങ്ങനെ. അപ്പൊ പുള്ളി ഇങ്ങനെ ഫുൾ ആദ്യമൊക്കെ ഇങ്ങനെ തള്ളു പിന്നെ പുള്ളി അവസാനമൊക്കെ ആയപ്പോ ഒരു കഥ പറഞ്ഞപ്പോ എനിക്ക് നല്ല പ്രേതം മറ്റേ ഫ്ലാഷ് വെച്ച് കാണിക്കണം, കഥ ഫ്ലാഷ് ആക്ക്. പുള്ളി ജയ്പൂർ ശരിക്കും പ്രേതത്തിന്റെ എന്തൊരു ഹവേലി ഉണ്ട്, അവിടെ ഭയങ്കര പ്രേതത്തിന്റെ കഥയാണ്. ആ വില്ലേജ് മൊത്തം, അതായത് ഈ ഒരു പാലസിന്റെ 10 കിലോമീറ്റർ റേഡിയസിലൊന്നുമില്ല. കാരണം 10 കിലോമീറ്റർ റേഡിയസിൽ രാവിലെ ഉണ്ട്, രാത്രി ആൾക്കാർ അവിടെ നിൽക്കുകയൊന്നുമില്ല. കാരണം ഇത് ഭയങ്കര ഫേമസ് പ്രേതമാണ്. അപ്പൊ ഇങ്ങനെ പണ്ട് ഭയങ്കര ഇങ്ങനെ പണ്ട് ഭയങ്കര അടി കുടി ആ ഒരു വൈബായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫുൾ അവിടെ പോയി കുടിക്കാം ആ ഒരു വൈബായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് അങ്ങനെ ഫുൾ പെൺകുട്ടികൾ അങ്ങനെയാണ്. പണ്ട് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ ജീവിതമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഭയങ്കര നീറ്റാണ്, അങ്ങനത്തെ ഒരു ലൈൻ സംസാരമായിരുന്നു അങ്ങനെ. അപ്പൊ പണ്ടത്തെ ജീവിതം പറയുമ്പോൾ അങ്ങനെ ഇതേപോലെ ഫുൾ മറ്റേത് അത് പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ സാധാരണ തള്ളി പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഞാൻ എന്നില്ല, അവിടെ പോയി അടിച്ചിട്ടുണ്ട്, ഇവിടെ പോയി അടിച്ചിട്ടുണ്ട്, ഇവരോട് അടിച്ചിട്ടുണ്ട്, അതൊക്കെ തന്നെ. അപ്പൊ അങ്ങനെ ഇങ്ങേര് ഈ ഒരു സ്ത്രീയുമായിട്ട് ഇങ്ങേര് ഈ പാലസിന്റെ അകത്ത് കയറിപ്പോയി, അവിടെ പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ ഓട്ടോക്കാരൻ പറഞ്ഞ് വൈകിട്ടായി പോണം എന്ന് പറഞ്ഞപ്പം
ഇവർ പറഞ്ഞ് വരൂല എന്ന് പറഞ്ഞപ്പോൾ ഓട്ടക്കാരൻ പോയി. അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അവിടെ. എന്നിട്ട് എസ്കേപ്പ് വെഹിക്കിളും ഇല്ല, എസ്കേപ്പ് വെഹിക്കിളൊന്നും ഇല്ല. അങ്ങനെ തന്നെ ഇയാൾ പറഞ്ഞ കഥ അനുസരിച്ച് ഞാൻ പറഞ്ഞ കഥ പറഞ്ഞോ, നീ ചളുപ്പില്ലാണ്ട് പറഞ്ഞോ. അതായത് അയാള് പറഞ്ഞ കഥയല്ലേ, നിന്റെ കഥയല്ലല്ലോ. ഇങ്ങനെ ഇരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഇതേപോലെ ചിലങ്കയുടെ സൗണ്ട് കേട്ടു. ചിലങ്ക ഒരു പ്രേതം മരിച്ചു കഴിഞ്ഞ ഒരു ആത്മാവ് ആദ്യം പോയ കലാമണ്ഡലത്തിലേക്ക് ഡാൻസ് പഠിച്ചിട്ട്. അപ്പൊ ഇവർക്കിങ്ങനെ ചിലങ്കയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോ ആദ്യമൊക്കെ ആ ചില്ലെന്നൊക്കെ വൈബായിരുന്നു. പിന്നെ ഇങ്ങനെ അവര് ചെറുതായിട്ട് ഇങ്ങനെ സംസാരിക്കണ പോലെ കേട്ട് കേട്ടു. അപ്പോഴത്തേക്ക് ഇയാൾക്ക് പേടിയായി. അപ്പോൾ ആ പെണ്ണ് പറഞ്ഞ് കുഴപ്പമില്ല, ആ പെണ്ണ് ഭയങ്കര കൂൾ പെണ്ണ്, കുഴപ്പമില്ല, ഇത് എന്തെന്നുള്ളൊരു സാധനമൊക്കെ. ഇയാളാണെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഇത് ബേസിക്കലി അയാൾ പിന്നെ കുറച്ചുകൂടെ പേടിയായി. ഇങ്ങനെ പെണ്ണ് പറഞ്ഞ് കുഴപ്പമില്ല. എന്നിട്ട് അവർ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് പെണ്ണ് ഫ്ലിപ്പായി. പെണ്ണാണെങ്കിൽ അവിടെ ഇങ്ങനെ ഓടി നടന്ന് അവസാനം ഇങ്ങനെ ഒരു മുറിയുടെ കയറി വിളിച്ചിരുന്നു. പെണ്ണ് എന്നിട്ട് പെണ്ണിങ്ങനെ വാതിൽ മുട്ടുന്നുണ്ട്. പെണ്ണിങ്ങനെ വാതിൽ മുട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ സഹായത്തിനായിരിക്കും, ഇങ്ങനെ മണ്ടത്തിനാണെന്ന് വിചാരിച്ച് ഇങ്ങനെ തുറന്ന് പുറത്തു പോകുമ്പോൾ വീണ്ടും അങ്ങനെ ഇങ്ങനെ പുറത്തു പോകും. അപ്പൊ അവിടെ ഒന്നും കാണൂല. എന്നിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടി വരും. എന്നിട്ട് അങ്ങനെ തിരിച്ചകത്ത് കയറും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പെണ്ണ് കിടന്ന് ഉറങ്ങായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തു നിന്നപ്പോൾ ആ പെണ്ണ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. പക്ഷെ ആ പെണ്ണിന് അന്ന് രാത്രി നടന്നൊന്നും ഓർമ്മയില്ല എന്ന്. അപ്പൊ അയാൾ പറഞ്ഞാൽ ആ പെണ്ണിൻ്റെ അകത്ത് പ്രേതം കയറി എന്നുള്ളതാണ്. എന്ത് അതുകൊണ്ട് നിങ്ങൾ പെണ്ണുങ്ങളുമായിട്ട് പോരുത്. നീ ഒന്ന് ആലോചിച്ച് ഒരു ആണിന്റെ കൂടെ പോയിട്ടാണ് ഈ പണ്ടാർ പെണ്ണിന്റെ ആ പോണ വരെങ്കിലും ഒരു എന്റർടൈൻമെന്റ്. ആൺ പ്രേതം എന്നുള്ള സിനിമ പുരുഷ പ്രേതം അല്ലടാ, ആണുങ്ങൾ പ്രേതമായിട്ടുള്ള സിനിമ അതാണ് ആർക്ക് കാണണം ആൺപ്രേതം. സമ്മർ പാലസ്, ആ പഴയ പടം. അന്നത്തെ ആദ്യത്തെ ഞാൻ കാണുന്ന ആദ്യത്തെ ആൺ പ്രേതം സിനിമ. അതുവരെയുള്ളതെല്ലാം സാധാരണ നമ്മൾ ഈ വെള്ളസാരിയാണല്ലോ. ഇത് ഇത് യേശുദാസിന്റെ പോലെ ആരാ? JK അല്ല KK കൃഷ്ണകുമാർ. ഞാൻ മറ്റൊരു ദിവസം വീട്ടിൽ ഇങ്ങനെ ട്രോള് പറയണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഞാൻ ഒരു പടം കണ്ടിട്ടുണ്ട്, എനിക്ക് പേര് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ നടിമാര് ഓർക്കുന്നില്ല, എന്നാ പിന്നെ പറയണോ. ഒരു ഗഡി ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് വന്നു. ആള് പ്രേതപടങ്ങളുടെ ഭീകര ആരാധകൻ. അയാള് ഈ ഇങ്ങനത്തെ കഥകള് പറയണ വളവുകളും റോഡുകളൊക്കെ ഇല്ലേ, ഈ ബോംബെ ഗോവ ഏതോ ഒരു ഹൈവേക്ക് അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ ആ സ്ഥലത്ത് പോയി അതിൻ്റെ സംഭവങ്ങൾ ചകഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതും ആളിത് ഉള്ളതാണ്, സൂപ്പർ നാച്ചുറൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉള്ളതാണെന്ന് വിശ്വസിക്കുന്നതും അത് അങ്ങനത്തെ പടങ്ങളെ കാണുള്ളൂ. അയാൾ കാണുന്നത് ഫുള്ള് ഈ പടങ്ങൾ, ഹൊറർ പടങ്ങളെ കാണണം. എന്നിട്ട് ഞങ്ങളെ വെച്ചിട്ടൊരു ഇതുപോലത്തെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി. ഒരു വീട്ടിലൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് പോലെ തന്നെ ഇങ്ങനെ ഒരു ഇത് കളഞ്ഞു കിട്ടുന്നു. ആ കളഞ്ഞു കിട്ടുന്ന മൊബൈലിൽ ഇവർ അവസാനമായിട്ട് കണ്ട ഒരു പ്രേതം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വീഡിയോയിലുള്ളത്. അത് ഒരാൾക്ക് ഈ വീഡിയോ കിട്ടുന്നതാണ്. ഇതിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. ഇയാൾ ഞങ്ങളവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇയാൾ ഈ കഥകൾ പറയാൻ തുടങ്ങി. ഇയാൾ കണ്ട കഥകൾ നമുക്കൊരു 12 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് ചെയ്യാന്ന്. രാത്രി ഷൂട്ട് ടൈം അതാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങോട്ട് ഞാൻ ആളെ പേരൊക്കെ മറന്നുപോയി. ആളിരുന്ന് കഥകൾ പറയാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് കൈയും കാലും മറച്ചിട്ട് പാടില്ല. എന്നിട്ട് പുറത്തിറങ്ങി ഒരു സിഗരറ്റ് വലിക്കാൻ നിൽക്കുമ്പോൾ പാല പൂത്ത മണം പോലെ ഉണ്ടോടാ ഒരുത്തൻ. ശരിയല്ലോ, നേരത്തെ ഉണ്ടായില്ലല്ലോ. പിന്നെ നമുക്കൊക്കെ തോന്നലാണ്. ഈ അന്ന് ഷൂട്ടൊന്നും നടന്നില്ല, പക്ഷെ ഈ കഥയും സംഭവമൊക്കെ കേട്ട് അന്ന് വല്ലാണ്ട് പേടിച്ചു. നമ്മളൊരു സാധനം വായിക്കുമ്പം നമ്മുടെ മനസ്സിലൊരു സാധനം വാക്ക് വന്നാൽ നമ്മൾ ഈ വായിക്കാനുള്ള വാക്കും അങ്ങനെ മാറ്റി വായിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. നമ്മൾ വായിക്കുന്ന അക്ഷരം മുഴുവനായിട്ടല്ല, ഒരു സാധനം നമ്മൾ വായിക്കാൻ എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം നമ്മൾ കണ്ട് അക്ഷരങ്ങൾ മൊത്തം ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ തോന്നലില്ല. ഇപ്പൊ നമ്മൾ ട്രാൻസ്പ്ലാന്റ് എന്നുള്ള കാണുമ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് മനസ്സിൽ കിടക്കുന്നത് ഇപ്പൊ നമ്മൾ ചിലപ്പോൾ അത് വായിക്കും. നമ്മൾ അങ്ങനെ വായിച്ചെന്ന് വിശ്വസിക്കും. 2 ലെറ്റർ നോക്കിയിട്ടാണ്. അതുപോലെ തന്നെ ഈ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഒരാൾ പറയാ പാലഭൂത്ത മണം വരുന്നു പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ശരിയാണ്, അങ്ങനെ നമുക്ക് തോന്നുന്നു. പിന്നെ എന്തോ നിങ്ങളെ തഴുകിപ്പോയില്ലേ, എന്തോ തൊട്ടിട്ട് പോയില്ലേ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്തോ അങ്ങനെയാണെന്ന്. ഹിപ്നോട്ടിസത്തിനകത്ത് തന്നെ ഒരുത്തൻ്റെ കൈ തൊട്ടായിട്ട് കാണിച്ചിട്ട് നിനക്ക് ഫീൽ കിട്ടിയോ എന്ന് തോന്നുമ്പോൾ
ആ മൊമെന്റിൽ അവരെ ആ ക്യാപ്ചർ ചെയ്ത് വെച്ചേക്കുന്ന ഹാലൂസിനേഷൻ എഫക്റ്റിൽ അയാൾക്കും തോന്നുന്നു പറയുന്ന പോലെയുള്ള സത്യത്തിൽ ഇതൊക്കെ. പക്ഷെ കഥകൾ ഉണ്ടാക്കി പറയുന്നത് ആൾക്കാർ അല്ല, ഇത് കേൾക്കാനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, രസമുള്ള. ഇത് വേറൊരാളുടെ അടുത്ത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എത്ര ഈ പ്രേതകഥ വിശ്വസിക്കുന്നില്ല എന്ന് കേട്ടാലും നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടിയ കഥന് ഷുവർ ഹിറ്റാണ് ഈ സാധനം. അരുത്തന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം വിടാണ്ടിരുന്ന് കേൾക്കും. അതെ, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ മറ്റേ വെളുപ്പിന് എനിക്ക് മറ്റേ 3 മണി ടു സംതിങ് 3-3:30 ആ സമയത്ത് ഇതുപോലെ സ്പിരിച്വൽ അവറോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, ബ്രഹ്മമുഹൂർത്തം. അപ്പൊ ആ സമയത്ത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ മറ്റേ ഈ കൂട്ടുകാരും എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ ഇതുപോലെ ഡിഗ്രി പഠിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഭയങ്കര തള്ളുതല്ല ഇവന്മാർ ഈ പറഞ്ഞ ഡിസ്കഷൻ. ഞാൻ ഇതുപോലെ അലമുണ്ടാക്കി പോയി. അതിനകത്ത് ഇതുപോലെ പറഞ്ഞ ഇതുപോലെ അവന്മാരെല്ലാവരും പറയുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ രാവിലെ ഇരുന്നേക്കും മേത്ത് അവിടെ ഇവിടെ കുറെ പാട് കാണും ആ സാധനം. അല്ലെ ചിലപ്പോൾ അത് രാത്രി കിടക്കുമ്പോൾ ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് കിടക്കണം, അല്ല കിടന്നിടത്തായിരിക്കത്തില്ല എഴുന്നേക്കുന്നത്, അങ്ങനത്തെ ഒക്കെ സീൻസ്. അല്ലെങ്കിൽ ഈ സമയമാകുമ്പം കൃത്യം എഴുന്നേൽക്കുന്ന ആൾക്കാരുണ്ട്. നടന്നിട്ടുണ്ടോ ഉറക്കത്തിൽ? നടന്നിട്ടുണ്ടോ? ഞാൻ നടന്നിട്ടുണ്ട്. സ്വപ്നാടനം. ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു പോയിട്ട് അപ്പുറത്ത് ചേട്ടൻ അപ്പൊ ഞാൻ എഴുന്നേറ്റ് നടന്നു പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയിട്ട് ചേട്ടനെ വാതിൽ കൊട്ടി വിളിച്ചു. അവൻ വന്ന് എൻ്റെ അടുത്ത് നിന്നപ്പോ ഞാൻ എന്തോ പിച്ചും പറഞ്ഞു. ഞാൻ പറയാം പൊട്ടിച്ചു, അടിച്ചു, ഒരെണ്ണം അടിച്ചു. അടിച്ച വഴി ഞാൻ എന്താ ചേട്ടൻ എന്താ ഒന്നുമില്ല നീ കിടന്നോളാം പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാൻ പോയി സുഖമായി കിടന്നു. അത് ഭയങ്കര ടെറർ സീനാ. ഒരാൾ സ്വപ്നത്തിൽ ഉറക്കത്തിൽ നടക്കുന്ന. ഞാൻ മുമ്പ് ഇത് പറയാൻ വന്നിട്ട് ഇടയ്ക്ക് വിട്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ അവൻ എന്നെ വെളുപ്പിനൊരു ഞാൻ ഈ പറഞ്ഞ രാവിലെ ആണല്ലോ കിടക്കണം. അപ്പം എന്നെ ആ സമയത്ത് അവൈലബിൾ ആണ്ട് അവനും നമ്മൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ ഫ്രീ ആകുമ്പോൾ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ ഇതൊരു ദിവസം എന്നെ 3 മണി ആകുമ്പോഴത്തേക്കും വിളിച്ചിട്ട് പേടിച്ചിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുക. അപ്പോൾ ഇവൻ പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പറഞ്ഞാൽ പുള്ളി ഇവൻ്റെ ഒരു കസിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ കസിൻ അവൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കുറേ സാധനങ്ങൾ മേടിക്കൽ അത് ഇവൻ്റെ അച്ഛൻ പുറത്തെങ്ങാണ്ടോ എന്തോ ആണ്. അപ്പോൾ ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇവനാണ് കാര്യങ്ങളൊക്കെ നോക്കണേ. അപ്പം ഈ പറഞ്ഞാൽ ഇതിൻ്റെ ഓട്ടത്തിലും പരിപാടിയില്ല. അപ്പോൾ ഇവിടെ ഇവൻ എന്തോ ചെറിയ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ എന്തോ ഇതിന് വേണ്ടി ഇവൻ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇവൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരുന്ന ഇവരൊരുമിച്ച് കിടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെ എന്താ അപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേക്കുമ്പോൾ പെട്ടെന്ന് പ്ലൈവുഡ് എടുക്കാനുള്ള എന്തിപ്പേര് ഇങ്ങനെ നടക്കുന്നത് സീരിയസ് ആയിട്ട് വെളുപ്പിന് 3 മണിക്ക് വിളിച്ചിട്ട് പ്ലൈവുഡ് മേടിക്കാൻ പോകണ്ട എഴുന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഒരുങ്ങുക. രാത്രി നിന്ന് മുടിയൊക്കെ ചീകി സെറ്റാവുന്നു വാന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് ഒന്ന് ആലോചിച്ചൊക്കെ ഒരു മുറി കിടക്കണ ആള്. എന്നിട്ട് അവൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എന്നെ വിളിച്ച് പറയുന്നു. അവനെന്ത് അകത്ത് കിടപ്പുണ്ട് എന്നാലോചിച്ചൊക്കെ എന്തിനോട് ആർക്കാതെ ഒരുത്തും പെട്ടെന്ന് എഴുന്നേറ്റ് ഈ പറഞ്ഞ പോലെ എന്റെ ചേട്ടൻ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചത്തണ്ടോ പേടിച്ചിട്ടല്ലേ. ഈ ഞാൻ പറഞ്ഞ നമ്മൾ ഇങ്ങനത്തെ കഥ ചേച്ചിയൊക്കെ പറ്റിക്കാൻ നോക്കും, ക്യാരക്ടർ മാറിയ പോലെയൊക്കെ അഭിനയിക്കും. ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും തോന്നും ഇതിനി എങ്ങാനും, കാരണം നമ്മൾ രക്ഷപ്പെടണമല്ലോ. അമ്മേനെ വിളിക്കും. അതെ അതെ. നമ്മൾ ചെറുപ്പത്തില് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞു തരാൻ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ലിസ സിനിമ, ലിസ എന്ന് പറഞ്ഞാൽ പഴയ പ്രൈം മിനിസ്റ്ററുടെ കാലത്ത് ഞങ്ങളുടെ പടമാണ്. ആ ലിസ സിനിമ ഭയങ്കര ഹൊറർ പടമാണെന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ ചിലപ്പോൾ സക്സസ്ഫുൾ ഹൊറർ പടമായിരിക്കും. ലിസ വീണ്ടും ലിസ ആണ്. ഞാൻ ആദ്യം ഇങ്ങനെയുള്ള കഥകൾ കേട്ടേ പേടിച്ചില്ല. അപ്പോൾ അത് കണ്ടൊരു ചേച്ചി വന്നിട്ട് പറയും അതിനകത്ത് ഇങ്ങനെയാണെങ്കിൽ പൈപ്പ് തുറക്കുമ്പോൾ ചോര വരും, ലിസ എന്നിങ്ങനെ എഴുതി വരും, ഈ ഭിത്തിയിൽ ലിസ എന്ന് എഴുതി വരും, അതൊക്കെയാ പേടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷേ കണ്ടില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അന്ന് കേട്ടൊരു കഥ ഞാൻ ഹൈ റേഞ്ചിലെ കഥ കേട്ടത്. ആൾക്കാർ ഹൈ റേഞ്ചിലൊക്കെ രാത്രി പോയിട്ട് വരുന്നവർ സ്ഥിരം ഏതെങ്കിലും വടവിലെത്തുമ്പോൾ യക്ഷിയെ കാണുക, പ്രേതത്തെ കാണുക. അന്ന് യക്ഷി എന്നാണ് ഏറ്റവും പോപ്പുലർ സാധനം. അപ്പോൾ അങ്ങനെ ഒരു പയ്യന്മാർ 2 പേര് ജീപ്പിൽ ടൗണിൽ കട്ടപ്പനയിലൊക്കെ പോയിട്ട് സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ച് ഹൈ റേഞ്ച് കയറി പോവുക. അങ്ങനെ ഒരു പോകുമ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ, പ്രേതം കേട്ടിട്ടുള്ള വളവുകളിനകത്ത് സാധാരണ ആരും വണ്ടി നിർത്താമല്ലോ. പക്ഷെ അങ്ങനെ അവർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. കൈ കാണിച്ചപ്പോൾ രാത്രി വണ്ടി കിട്ടുന്ന ഇവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീയും കുഞ്ഞും ആയതുകൊണ്ട് അവർ വണ്ടി നിർത്തി കയറ്റി. ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്ത് പോകും, അവർക്ക് പോകേണ്ട വഴിയിൽ ഇറക്കേണ്ടതാണ്. പക്ഷേ അവർക്കറിയാം ആ ഏരിയയിൽ അധികം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചേച്ചി ഒറ്റയ്ക്ക് പോയെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് പോവാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സംസാരം നിർത്തി. സ്ത്രീയല്ലേ, ഒരുപാട് സംസാരം നിർത്തി. കുഞ്ഞിനെ ഉറക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നില്ല, സ്ത്രീയുടെ സംസാരം ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പം ആ സ്ത്രീ കുഞ്ഞിനെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. ഈ പിള്ളതീനി എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പോണേ, എനിക്ക് പ്ലാൻ.
അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ലാർജർ ദാൻ ലൈഫ് കഥകളാണ്. ഇങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് കേൾക്കും. എനിക്ക് ഈ പറഞ്ഞ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചുള്ള സാധനം, അതായത് ആൾക്കാർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാവ് ഇങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ അത് ആളുടെ വേറൊരാളുടെ ശരീരത്തിൽ കയറാൻ പറ്റുന്നില്ല. എനിക്ക് പണ്ട് മരണമൊക്കെ അറ്റൻഡ് ഭയങ്കര പേടിയാണ്. അറിയാവുന്ന ആൾക്കാരാണല്ലോ ഒരു മരിച്ചു കിടക്കുമ്പോൾ ഒരു ആ ഡെഡ് ബോഡി കാണുന്നതിൽ പേടിയാണ്. നമ്മുടെ ഇവിടെയൊക്കെ ആറ്റിലൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ ഭയങ്കര മഴ വെള്ളം ഒഴുക്കൊക്കെ സമയത്ത് ചില ഡെഡ് ബോഡിയൊക്കെ ഒഴുകി വരും. ഇങ്ങനെ ആൾക്കാർ പറയും അതിലിങ്ങനെ ഡെഡ് ബോഡി ഒഴുകിപ്പോയി അതിങ്ങനെ കെട്ടിയിടും, പോലീസൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒഴുകിപ്പോയിരിക്കും. പിന്നെ ബാക്കി അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഡാർക്ക്, നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഒരു എൻ്റെ കൂട്ടുകാരൻ രാവിലെ സ്കൂളിൽ നിന്ന് വിളിച്ചു, അവനിങ്ങനെ കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഏങ്ങലടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ആര് ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, അവന് പറയാൻ പറ്റും, ഇങ്ങനെ അത്രേ പറയുന്നുള്ളൂ അവിടെ ബസ്, അത് അത്ര പറയുന്നുള്ളൂ. അവസാനം കുറേ ഇപ്പോൾ അവന് ഞാനുമായിട്ട് പിന്നെ കുറച്ചുകൂടെ കണക്ഷൻ വന്നു. ഞാനിങ്ങനെ കുറേ നേരം അവനെ സപ്പോർട്ട് ചെയ്ത് അടുത്തിരുന്നു. അല്ല അപ്പം സംഭവം എന്നിട്ട് ചോദിച്ചപ്പോഴാണ് ഇവനിതുപോലെ രാവിലെ സ്കൂളിലോട്ട് വരാൻ ബസ് കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിന് തൊട്ടപ്പുറത്ത് ഒരു തോട്ടിൽ ഒരാൾ അതിൻ്റെ തലേദിവസം കണ്ട് പുള്ളി വെള്ളം അടിച്ചാൽ വെള്ളത്തിൽ പോയി മരിച്ചതാണ്. രാവിലെയാണ് സംഭവം തപ്പി വന്നപ്പോഴത്തേക്ക് ഇത് ഡെഡ് ബോഡി കിട്ടി. അപ്പം ഈ മരിച്ച് ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് ഇരിക്കണം, അങ്ങനെയല്ലേ ഇരിക്കുമല്ലോ, ആയിട്ടിരിക്കും. അപ്പം അങ്ങനെ ആള് എടുത്ത് ഡെഡ് ബോഡി ഇങ്ങനെ ആൾക്കാർ എടുത്ത് പാലത്തേലോട്ട് അവിടെയാണ് വെച്ചേ. അപ്പോൾ ഇവൻ ബസ് കയറാൻ നിൽക്കും, ഇവൻ 5 6 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ വെച്ച് കണ്ണൊക്കെ തുറന്ന് ഡെഡ് ബോഡി ഇരിക്കുന്ന സാധനം കൊണ്ട് അവനാകെ ഡാർക്ക്. അവൻ്റെ ബർത്ത്ഡേ നടന്ന് മിഠായിയൊക്കെ ആയിട്ട് കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് കരഞ്ഞ് തൊലഞ്ഞ് ഭയങ്കര. ചിലപ്പോൾ ഇപ്പോഴും ആ വിഷ്വൽ മനസ്സിൽ കിടന്ന് പേടിച്ച് അങ്ങനത്തെ പേടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ ബാധ കയറുന്നുള്ള പേടി. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയൻ ഇതുപോലെ അവർ പറയണത് ഇതുപോലെ ഇവൻ്റെ ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. ഇടയ്ക്ക് ഇവൻ വല്യപ്പൻ സംസാരിക്കണ പോലെ സംസാരിക്കും എന്നുള്ളതാണ്. അവൻ ലോകം ഉടായിപ്പാണ് പയ്യൻ. ഇവൻ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പരിപാടി നടത്താൻ പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു പേടി വരും. അപ്പൊ എന്റെ കുടുംബത്തിലുണ്ട് ഇതേപോലെ മറ്റേ അമ്മൂമ്മയാണ് സംസാരിക്കുന്നതെന്ന് പറയും. മനസ്സിലായോ ആരാ? നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു 14 വയസ്സുള്ള മുസ്ലിം ബാലിക വാരസിയാർ സംസാരിക്കുന്ന സിനിമയ്ക്കകത്ത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞു. അല്ല ഇങ്ങനെ കുറെ കഥകളുണ്ട്. അയ്യോ ഇത് എവിടെ കേട്ട കഥയാണ്. അതായത് ഒരു കുട്ടി അമ്മയുടെ അടുത്ത് സംസാരിച്ച്, ഇത് ഞാൻ റീല് കണ്ടതാണ് തോന്നുന്നത്. റീലാണെങ്കിലും കണ്ടപ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതായത് ഈ കുട്ടി കുറച്ച് നാൾ കഴിയുമ്പോൾ കാറിൽ ഇരുന്ന് അമ്മയുടെ കൂടെ കാറിൽ നിന്ന് പോണ സമയത്ത് പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ചാണ് വണ്ടിയിൽ നിന്ന് വീണേന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു വണ്ടി വീണ് ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. റീബർത്ത്. ആ കുട്ടി അവരുടെ കഥകൾ പറയാ ആ മരിച്ച സ്ത്രീനെ പറ്റിയിട്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം നോക്കി, അതായത് ജീവിതം എന്തൊരു സ്ട്രഗിൾ ആണെന്ന്. കാരണം നിത്യശാന്തി നേടുക എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാത്തവരാണ് അല്ലേ. ഒന്ന് മനുഷ്യനായി തിരിച്ച് ജനിച്ചാലും അല്ലെങ്കിൽ പ്രേതമായി തിരിച്ചു വന്നാലും അവന്റെ ജീവിതം വീണ്ടും പാടാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നവന്മാരാണ് നിത്യശാന്തി മേടിച്ചത് അല്ലേ. നമ്മൾ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം രക്ഷപ്പെട്ടല്ലോ മയില്, ഇവിടെ നിന്ന് ഓടിയല്ല, ഇനി ഞാനല്ലേ ഇവിടെ ഉള്ളൂ, എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയല്ലോ. ഞാൻ വേറൊരു സാധനം കേട്ടിട്ടുണ്ട്. അതായത് ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ഫാമിലി, അത്യാവശ്യം റിച്ച് ഫാമിലി, പെട്ടെന്നൊരു ദിവസം ഒരു സ്ഥലത്ത് വന്ന് അവർ പ്ലോട്ട് മേടിക്കുന്നു, വീട് പണിയാൻ തുടങ്ങുന്നു. ചുറ്റുമുള്ള അപ്പുറത്തൊക്കെ വീട്ടുകാരുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് സംസാരിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വീട് പണിത് 2 നില വീടാണ്, ഭയങ്കര അത്യാവശ്യം വലിയ വീട് പണി നടക്കുന്നു. 2ാമത്തെ നിലയും കെട്ടി മറ്റേ വാർപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഇതുപോലെ ഇവരിടയ്ക്ക് വരും, വീട് നോക്കാനൊക്കെ വരും, അങ്ങനെ എന്തോ. അപ്പം ഒരു ഇന്നോവ ഉണ്ട്, ആ വണ്ടി വരും. സംഭവം പിന്നെ കുറേ നാളത്തേക്ക് ഇവരാരും കണ്ടിട്ടില്ല. പക്ഷേ ഇന്നോവ അവിടെ കിടപ്പുണ്ട്. പിന്നെ നാട്ടുകാർ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണല്ലോ. പിന്നെ വീട് പണി നിന്നു, ആളെ കാണുന്നില്ല, ഇവരെ കാണുന്നില്ല, കാറും കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ഇതൊരു ചർച്ചയായി. അങ്ങനെ ഇവർ പോയി പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതിപ്പെട്ട് അവസാനം പിന്നെ ഇവരെ പറ്റി അന്വേഷിച്ച് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫാമിലി ഇല്ല, ഇവരെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഇല്ല. ഈ കാറും ആ വീടും ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇത് ആരുടെ ആണെന്നോ എന്നൊന്നും ഒരു പരിപാടിയില്ല. ആ ഒരു സാധനം ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല അത് ഈ സ്ഥലം മേടിച്ച മറ്റേ പഞ്ചായത്തിൽ പോയിട്ട് അവരുടെ ആധാരത്തിന്റെ ഇത് എടുത്ത് നോക്കി അഡ്രസ് കിട്ടൂലേ. അതാ അഡ്രസ് തപ്പി അവിടെ ചെന്നപ്പോ അങ്ങനെ ആൾക്കാരില്ല. അവിടെ ഇതൊക്കെ തപ്പി കണ്ടുപിടിക്കാനുള്ള ആൾക്കാരുടെ സമയം അല്ലേ. ഞാൻ ട്രിവാൻഡ്രത്ത് നിൽക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് ഈ രാജവംശം അതുമായി ബന്ധപ്പെട്ട് കുറേ കഥകൾ ഹിസ്റ്റോറിക്കലി പറയും. പക്ഷെ ഇത് നമുക്ക് കറക്റ്റ്ലി ഇത് മിത്താണോ അതല്ലെങ്കിൽ ശരിക്കും നടന്നാണോ, അല്ല ശരിക്കും ഇവര് നമ്മൾ വിചാരിക്കും രാജകുടുംബം
പോസിബിളാണ് രാജകുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് വെച്ചാൽ. ഇപ്പോൾ കേരളം നമ്മളിപ്പോൾ കാണുന്ന 14 ജില്ല രൂപീകരിച്ച് വന്ന് ഡെമോക്രസി ആവുന്നതിന് മുന്നേ മുമ്പ് ഒരു 30-32ഓളം ചെറു നാട്ടുരാജാക്കന്മാരുടെ കൂട്ടമാണ് കേരളം എന്ന് നമ്മളീ പറയുന്നത് ഇപ്പോഴത്തെ കേരളം എന്ന് ഐഡൻറ്റിഫൈഡ് സ്ഥാനം. അപ്പോൾ അവർ ഭരിക്കുന്നത് വെച്ചാൽ അവർക്ക് താഴെ ദേശവാഴികളാണ്, നാടുവാഴികളാണ്, പിന്നെ അതിൻ്റെ തറക്കൂട്ടമൊന്നുമില്ല, അതിൻ്റെ തൊട്ട് താഴെ അങ്ങനെ സെറ്റപ്പുകളാണ്. അതായത് ഒരു ആൾത്തറയെ ബേസ് ചെയ്തിട്ട് അത് വാർഡ് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്ന കോൺസെപ്റ്റിലുള്ള സെറ്റപ്പിന് തറക്കൂട്ടം എന്ന് പറയുന്നത് ആൾത്തറയെ ബേസ് ചെയ്ത് കുടുംബക്കാരാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഒരാളുണ്ട്. നമ്മളിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിക്കുന്നത് തറക്കൂട്ട അധികാരിയോടെ ആയിരിക്കും സംസാരിക്കുന്നത്. അപ്പോൾ മിക്കവാറും അവിടുത്തെ ഏറ്റവും റിച്ച് ഫാമിലി, അഫ്ലുവൻ്റ് ആയിട്ടൊരു ഫാമിലിയിലെ ഹെഡ് അയാളായിരിക്കും തറക്കൂട്ട അധികാരി. ഇലക്ഷനൊന്നും അല്ല, അത് തീരുമാനിക്കും രാജാവും ദേശവാഴിയും നടുവാഴിയും കൂടെ തീരുമാനിക്കും തറക്കൂട്ടത്തിൻ്റെ അധികാരി ഇയാളാവണമെന്ന്. അപ്പോൾ അങ്ങനെ കുളത്തൂർ, കഴക്കൂട്ടം, കുളത്തൂർ ഭാഗത്തുള്ള ഒരു തറക്കൂട്ടത്തിലെ അധികാരികൾ ഒരു വലിയ ഫാമിലി, അവിടുത്തെ ഏറ്റവും വലിയ മുതിർന്ന ആളാണ് അന്നത്തെ അവിടെ ഇത്. ഇപ്പോൾ ഈ രാജാവിന്, അതായത് ഈ രാജാവിന് എന്തെങ്കിലും യുദ്ധത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ നാടുവഴി ദേശവാഴിയൊക്കെ തറക്കൂട്ടത്തിലെ കീഴിലുള്ള ആൾക്കാരെയായിരിക്കും യുദ്ധത്തിന് വിളിക്കുന്നത്. അപ്പോൾ ഈ തമ്മിത്തല്ല, ഇത് അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, തൊട്ടടുത്ത സ്ഥലമായിരിക്കും, തിരുവനന്തപുരം തൊട്ടപ്പുറത്തായിരിക്കും നാട്ടുരാജ്യം. ഇപ്പം നെയ്യാറ്റിൻകര രാജാവിനോട് യുദ്ധം ചെയ്യാനായിരിക്കും പോകുന്നത്. അപ്പോൾ ഇവിടെ നാളിനെ ഇപ്പോൾ അമ്മമാർ ചെറിയ യുദ്ധം നടത്തും, മറ്റേവരുടെ പൈസ പിടിച്ചെടുത്തോട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റായി കിടന്നും ബ്രിട്ടീഷുകാർക്ക് അറ്റാക്ക് എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നം കൊണ്ടാണല്ലോ ഇവന്മാർക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാലഘട്ടം സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ കണ്ടിട്ടോ യുദ്ധം വരെ അവൻ നമ്മുടെ തിരുവനന്തപുരക്കാരെ പറഞ്ഞിട്ടേ തന്നെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു യുദ്ധത്തിൽ ഈ പറയുന്ന ഈ തറക്കൂട്ട അധികാരി അയാൾ യുദ്ധത്തിന് പോയപ്പം അയാളും അയാളുടെ മകനും ഒരുമിച്ച് യുദ്ധം, ഇവർ രണ്ടുപേരും മരിച്ചു. അതായത് മുതിർന്ന തറക്കൂട്ട അധികാരിയും അയാളുടെ മകനും, ഈ ചെറുപ്പക്കാരനായ മകനും മരിച്ചു. ഇവർ ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആണുങ്ങളാണ് സാധാരണ ഈ തറക്കൂട്ടത്തിൻ്റെ അധികാരി ആയിരിക്കേണ്ടത്. അപ്പം അന്ന് അവിടെ ഈ തറക്കൂട്ട അധികാരം കൈമാറാനൊരു സാധ്യതയായത്. അതായത് മൂത്ത ഒരാൾ മരിച്ചു, അവിടെ ആണുങ്ങൾ മുതിർന്നവരില്ല, അയാളുടെ മകൻ്റെ ഭാര്യയും മകൻ്റെ കൊച്ചു കുഞ്ഞും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മൂത്ത തറക്കൂട്ട അധികാരിയുടെ ഭാര്യ, പ്രായമുള്ള സ്ത്രീ, അവർ മാത്രമേ ഉള്ളൂ. അപ്പം ഇവരെ വേണമെങ്കിൽ അധികാരം മാറ്റിയെടുക്കാൻ സമയത്ത്, പക്ഷേ ദേശവാഴിക്ക് വേണ്ടി പോയി മരിച്ചത് കൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഇവർക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ആദ്യമായിട്ട് തറക്കൂട്ട അധികാരം ഒരു സ്ത്രീക്ക് കൈമാറി. ഇപ്പോൾ തറക്കൂട്ട അധികാരം എന്ന് പറയുന്നത് ഒരു ചെമ്പ് മോതിരം, ചെന്നായുടെ പടമുള്ള ചെമ്പ് മോതിരമാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇയാൾ മരിച്ചു കിടക്കുന്ന ആളുടെ വിരലിൽ നിന്ന് ദൂരിയാണ് ആ സ്ത്രീക്ക് അണിയിച്ചു കൊടുക്കുന്നത്. അപ്പം അന്ന് ആദ്യമായിട്ട് ഈ പറയുന്ന നാടുവാഴികളുടെയൊക്കെ മുറുമുറുപ്പിൻ്റെ ഇടയ്ക്ക് വെച്ച് സ്ത്രീ തറക്കൂട്ട അധികാരം കിട്ടി. ഇവർ ഒരു 10-25 വർഷം ഭരിച്ച് ആ തറക്കൂട്ടത്തെ വൃത്തിയായിട്ട് ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അവർ പ്രായമായി ആരോഗ്യത്തോടിരുന്ന സ്ത്രീ ഈ ചെറുക്കന് ഒരു 25 വയസ്സായ സമയത്ത്, അതായത് മോൻ ഈ പറഞ്ഞ കൊച്ചു കുഞ്ഞ്, അന്നത്തെ കുഞ്ഞ് ഒരു പ്രായമായ സമയത്തേക്ക് ഇവർ മരിച്ചു പെട്ടെന്നൊരു ദിവസം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വീണ്ടും ഒരു ആണൊരുത്തനായി ഇവിടെ തറക്കൂട്ട അധികാരം കൈമാറി വേണേൽ കൊടുക്കാൻ ഒരാളെ സ്ത്രീയായി അവരെ ഈ ചടങ്ങുകളൊക്കെ നടത്തി അവരെ ശവസംസ്കാരം നടത്തിപ്പോയി. ശവസംസ്കാരം നടത്തിപ്പോൾ 25 കൊല്ലം കഴിഞ്ഞായതുകൊണ്ട് ശവസംസ്കാരം നടത്തുകയും കുടുംബത്തിൽ ഉത്തരവാദിത്തപ്പെട്ട് ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോൾ ചെറുക്കൻ വൈകുന്നേരം തിരിച്ചറിയുന്നത് ഇവരുടെ അധികാരത്തിൻ്റെ ചിഹ്നം അവരുടെ കയ്യിൽ നൂരാൻ മറന്നുപോയി. മറന്നു. അപ്പം ശരിക്കും അതൊരു മറ്റേ ദണ്ഡം എന്നൊക്കെ പറഞ്ഞാൽ സിംബോളിക് സാധനം, അതില്ലെങ്കിൽ ഒരു കുറച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ. അത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ഇതാ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അയാളെന്ന് വെച്ചാൽ രാത്രി ആരും അറിയാതെ, ഇവൻ ആരെയും അറിയിക്കാതെ പോയി രാത്രി അവരുടെ കുഴിച്ചിട്ടെടുത്തുനിന്ന് മണ്ണ് തോണ്ടിയെടുത്ത് ഇവർ മോതിരം എടുക്കാൻ നോക്കി. മോതിരം എടുക്കാൻ നോക്കിയിട്ട് ഇരുന്ന് സ്റ്റിഫാവുമല്ലോ, റിഗർ മോർട്ടിസ്. പിന്നെ വിരലിൽ നിന്ന് മോതിരം ഊരി എടുക്കാൻ പറ്റുന്നില്ല. ആ ഇരുട്ടിൻ്റെ സിറ്റുവേഷനിൽ പുള്ളി എന്ത് ചെയ്ത് എളുപ്പത്തിന് വേണ്ടി വിരലടക്കം മുറിച്ചിട്ട് മോതിരം എടുത്തുകൊണ്ട് തിരിച്ചു വന്നു. പിന്നെ വന്നതിന് ശേഷം കുടുംബത്തിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്. അയാൾ ഓരോ തവണയും എന്ത് പ്രശ്നം ഫേസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ പ്രശ്നങ്ങളാകും, ചുറ്റും ദുർമരണങ്ങൾ സംഭവിക്കും, അങ്ങനെ ഇഷ്യൂസൊക്കെയായി. ഏകദേശം 1 വർഷത്തോളം അവരിങ്ങനെ കടന്നുപോയി. ഇവരുടെ ആണ്ട് സമയത്താണെങ്കിൽ ഇവർ പ്രശ്നം വെച്ചപ്പോൾ പറഞ്ഞാൽ അമ്മുമ്മ തൃപ്തിയല്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ വരികയ്ക്ക് ഇവർ ഈ അമ്പലത്തിന് ഇത് പറഞ്ഞു. അമ്പലത്തിൽ ഇവർ പൂജകൾ ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അപ്പോഴും അയാൾ വന്ന് അയാൾ അന്ന് കുളിക്കാൻ കയറിയപ്പം ഈ പറഞ്ഞ മോതിരം എടുക്കാൻ മറന്നുപോയി. ഇയാൾക്ക് എന്ത് ചെയ്താലും പ്രശ്നം കണ്ട് അയാൾ അപ്പം തന്നെ തീരുമാനിച്ചു, നിങ്ങളിവിടെ നിൽക്കി, ഞാൻ പോകുന്ന അയാൾ ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അയാൾ വീട്ടിൽ വന്ന് അകത്തുനിന്ന് ചെമ്പ് മോതിരം എടുത്തും തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഇങ്ങനെ അവരുടെ മറ്റേ ഫ്രണ്ടിലെ ഡോറ് കടന്ന് ഇങ്ങനെ കയറി വരുന്നു. അവരാണെങ്കിൽ നോക്കിയപ്പോഴത്തേക്ക് പ്രായമായ സ്ത്രീ. അപ്പോൾ അയാൾ ഒഴിവാക്കി പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കാണെങ്കിൽ ആ സ്ത്രീ അവിടെ നിന്ന് തടഞ്ഞു നിർത്തി, എനിക്ക് വെള്ളം ദാഹിക്കുന്ന കുറച്ച് വേണമെന്ന്. അയാളാണെങ്കിൽ നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ ദേഹത്ത് ഇങ്ങനെ മണ്ണ് പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അത്രയും മുഷിഞ്ഞ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് പുള്ളിക്കാരിയാണെങ്കിൽ വെള്ളം ചോദിച്ചുകൊണ്ട് അയാൾ വെള്ളം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി വെള്ളം കൊണ്ടൊന്ന് തിരിച്ചു കൊണ്ടുവന്നു. വെള്ളം കൊടുത്തിട്ട് ഇയാളത് കുടിച്ചിട്ട് ഇയാളെ പുറത്തേക്ക് വിടത്തില്ല. അവരവിടെ തന്നെ നിൽക്കുകയാണ്. ഇയാൾക്കാണെങ്കിൽ ആ വഴി മറിഞ്ഞ് നിൽക്കുന്ന ഇവരെ തട്ടി പുറത്തേക്ക് പോകാനും ഇയാൾക്കൊരു മടിയാണ്. അപ്പോൾ ഇയാൾ പുറത്തേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറയുന്നു. എന്നിട്ട് ഇവർ കുടിച്ച് കഴിഞ്ഞ് ഗ്ലാസ് കൊടുക്കുമ്പോഴത്തേക്കാണെങ്കിൽ
കുടിച്ചു കഴിഞ്ഞ് ഗ്ലാസ് കൊടുക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അവർക്കാണെങ്കിൽ അവരുടെ കയ്യിലൊരു വിരലില്ല. അപ്പോൾ അയാൾക്ക് ചെറുതായിട്ടൊരു പേടിയായി. കാരണം അയാൾ നോക്കുമ്പോഴത്തേക്ക് അയാളുടെ അമ്മൂമ്മയുടെ കയ്യിൽ നഷ്ടപ്പെട്ട ആ വിരൽ തന്നെ ഇല്ല. അയാളാണെങ്കിൽ നിങ്ങളുടെ വിരൽ എവിടെയെന്ന് ചോദിക്കും എന്ന് പറഞ്ഞ് നിർത്തി. കഥ എത്രയേ ഉള്ളൂ. ഇത് ആൾക്കാരെ പേടിപ്പിക്കുന്ന കഥയാണ്. പക്ഷെ ഇത് എന്താ കറക്റ്റ് സമയത്ത് കരണ്ട് പോയത് എങ്ങനെ? ഗുഡ് സ്പിരിറ്റ് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. പ്ലീസ് ഗോ. ഗുഡ് സ്പിരിറ്റ് പ്ലീസ് ഗോ. ലൈറ്റ് ഓടിക്കോ. താങ്ക് യു. അയച്ചിട്ട് ഞാൻ ഒരു പാട്ട് പാടിക്കട്ടെ. ലൈറ്റ് ഓൺ ചെയ്യടാ, ലൈറ്റ് ഓൺ. ശരിക്കും ഓ